സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഈശോ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതൽ, ഇത് പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 2023 കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ നമ്മളെ കർത്താവ് നിയോഗിച്ചിരിക്കുകയാണ്. നമ്മളെ ഈ പുതിയ വർഷത്തേക്ക് കർത്താവ് അയച്ചിരിക്കുകയാണ്. പിതാവ് യേശുവിനെ അയച്ചതുപോലെ തന്നെ നമ്മളെയും ഈ പുതിയ വർഷത്തേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്നു. യേശുവിലൂടെയുള്ള വലിയ വിടുതലും മോചനവും പ്രഖ്യാപിക്കുവാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ പുതുവർഷത്തേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ധ്യാന മന്ദിരത്തിൽ വചനം പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇരുന്ന് ഉറങ്ങുകയാണ്. സാധാരണ ചെയ്യാറുള്ളത് എല്ലാവരെയും ഒന്ന് എഴുന്നേൽപ്പിച്ച് ഒന്ന് കൈയടിക്കുക, അപ്പോൾ ഉറക്കം വിട്ടുപോകും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏതായാലും ഈ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കാനോ കൈയടിക്കാനോ അടിപ്പിക്കാനോ പോയില്ല. ഞാൻ മൈക്കിൽ കൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്ന കാര്യത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു. ഉറങ്ങിയവരൊക്കെ കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതായാലും ഞാൻ ഏതാനും സമയത്തേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, സാമ്പത്തികമായ തകർച്ചയിലെല്ലാം കഴിയുന്നവർക്ക് അവരായിരിക്കുന്ന ആ ദുഃഖത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കാരണം ഇന്ന് ഒട്ടേറെ ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ സങ്കടം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട സങ്കടമാണ്. കടം കയറിയിരിക്കുന്നു, വീടില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു, ജോലിയില്ല എന്നുള്ള കാര്യം, ഇങ്ങനെ സാമ്പത്തിക തകർച്ചയുടെ കൊടും വേദനയിൽ ഒത്തിരി ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ക്ലാസ്സിലൂടെ നമുക്ക് ആ സാമ്പത്തികമായ വിഷമത നമ്മുടെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന ആ ചങ്ങലകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയണം. അതിന് സഹായിക്കുന്ന രീതിയിൽ ചില വചനങ്ങൾ, ചില ആശയങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4:17 നമ്മൾ കാണുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്കെന്ത് മാഹാത്മ്യമാണുള്ളത്? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദാനമായി സ്വീകരിക്കാത്തതായി നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന്. ഒരു കാര്യം വ്യക്തമാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദാനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്ക് കൊണ്ടോ യോഗ്യത കൊണ്ടോ ഒന്നും നമ്മുടെ കയ്യിൽ വന്നതല്ല. അത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തരുന്ന സമ്പത്തും അങ്ങനെ തന്നെയാണ്. അത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ പെട്ടെന്ന് വരാനിടയുള്ള ചിന്ത, നമ്മൾ ജോലി ചെയ്യാതെ സമ്പത്തുണ്ടാകുമോ? അധ്വാനിച്ചിട്ടല്ലേ സമ്പത്തുണ്ടായത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ തലയ്ക്കുള്ളിൽ കടന്നു വരാറുണ്ട്, വരികയും ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കാം സഹോദരങ്ങളെയും. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ, അവർ ജനിച്ചത് പണം ഉള്ള വീട്ടിലാണ്. അവർ ആ വീട്ടിൽ ജനിക്കുവാൻ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു യോഗ്യതയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ദൈവം അവരെ ആ വീട്ടിൽ ജനിപ്പിച്ചു. അവരല്ല മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുത്തത്. ദൈവമാണ് അവരെവിടെ, ഏത് വീട്ടിൽ, ഏത് മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത് ആ വീട്ടിൽ ജനിപ്പിച്ചത് കൊണ്ട് തന്നെ, ജന്മം കൊണ്ട് തന്നെ അവർ സമ്പത്തിൻ്റെ ഉടമയായി. എന്നാൽ ചില ആളുകൾ ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിലാണ്. അവിടെയും നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ആ വീട്ടിൽ ജനിക്കാനായിട്ട് ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവം അവരെ ആ വീട്ടിൽ ജനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും.
അവർ ആ വീട്ടിൽ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ജനിക്കുന്നതിന് കാരണം അവിടെ എന്തെങ്കിലും ഒരു അയോഗ്യതയോ മറ്റെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അല്ല. ഇവർ ഈ സമ്പത്തുള്ള വീട്ടിൽ ജനിക്കുവാനുള്ള കാരണം അവരുടെ എന്തെങ്കിലും യോഗ്യതയോ കഴിവോ കൊണ്ടല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ചില ആളുകൾ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ജനിക്കുമ്പോൾ സമ്പത്ത് ഉള്ള വീട്ടിൽ ജനിച്ച വ്യക്തികൾക്ക് അതൊരു സന്ദേശമാണ്. കാരണം അങ്ങനെയും എനിക്കും ആ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിൽ ജനിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്തോ എൻ്റെ കാര്യത്തിൽ അത് തടഞ്ഞ് എന്നെ ദൈവം സമ്പത്തുള്ള ഒരു വീട്ടിൽ ജനിപ്പിച്ചു. അപ്പുറത്തെ വീട്ടിൽ ജനിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ ദൈവം എൻ്റെ കാര്യത്തിൽ അത് തടഞ്ഞ് എന്നെ ഈ വീട്ടിൽ ജനിപ്പിച്ചു. അത് എൻ്റെ ഒരു യോഗ്യതയും കൊണ്ടല്ല, അത് ദൈവം എന്നോട് കാണിച്ച കരുണയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കൂ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും കാഴ്ചയുമുണ്ട്, രണ്ട് കണ്ണുമുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കണ്ടില്ലേ, എല്ലാവർക്കും രണ്ട് കണ്ണുമുണ്ട്, എല്ലാവർക്കും കാഴ്ചയുമുണ്ട്. ജനിച്ചോ അങ്ങനെ ആയിരിക്കും. അത് പ്രകൃതി നിയമമാണ്, അത് ഈ പ്രകൃതിയുടെ സിദ്ധാന്തമാണ്. കണ്ടില്ലേ, എല്ലാവർക്കും കണ്ണുമുണ്ട്, കാഴ്ചയുമുണ്ട്. എന്നാൽ ചിലർക്ക് രണ്ട് കണ്ണും ഇല്ലെങ്കിലോ? അവിടെ ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ട് അവർക്ക് ഇല്ലാതെ വന്നു, എന്തുകൊണ്ട് നമുക്ക് കിട്ടി? അവിടെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും, കിട്ടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്തിട്ടുമില്ല. കണ്ണുള്ള നമ്മുടെ മുമ്പിൽ കണ്ണില്ലാത്ത ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മളോട് അത് സംസാരിക്കുന്നുണ്ട്, എനിക്കും അങ്ങനെ ജനിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ആരോ എൻ്റെ കാര്യത്തിൽ അത് തടഞ്ഞു, എനിക്ക് കണ്ണ് തരികയും ചെയ്തു. അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് കണ്ണില്ലാതെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ദൈവം അത് ഇടപെട്ട് തടഞ്ഞു, എനിക്ക് അങ്ങനെ കണ്ണ് കിട്ടി. എനിക്കതുപോലെ ജനിക്കുവാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു, ദൈവം എന്നോട് കരുണ കാണിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വാചകം ഇതാണ്, നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ അത് കിട്ടാതെ പോയിട്ടുള്ള വ്യക്തികളെ, ഓരോ അനുഗ്രഹവും കിട്ടാതെ പോയിട്ടുള്ള വ്യക്തികളെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ദൈവം നമ്മുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയിട്ടുള്ള ചില വ്യക്തികളെ നാം മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിൽ വരും. പ്രൈസ് ദി ലോർഡ്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. നിൻ്റെ മിടുക്കുകൊണ്ട് കിട്ടിയതേ അല്ല. കിട്ടാതെ പോയിട്ടുള്ള ഓരോ വ്യക്തിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചില വ്യക്തികൾ പറയുന്നുണ്ട്, അല്ല, ഞാനിത് എൻ്റെ കഠിനമായ അധ്വാനം കൊണ്ടാണ് ഞാൻ ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത്. എല്ലാവരും രാത്രി സുഖമായി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഉണർന്നിരുന്ന് ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചു, അങ്ങനെ എനിക്ക് ഡിഗ്രി കിട്ടി, ജോലി കിട്ടി, അങ്ങനെയൊക്കെ എനിക്ക് സമ്പത്തുണ്ടാകാൻ ഇടയായി എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷേ അവിടെയും ഒന്ന് ഓർത്ത് നോക്കുക, നമുക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയുണ്ടല്ലോ, അത് എവിടെ നിന്ന് കിട്ടിയതാണ്? നമുക്കറിയാം, അപ്പനും അമ്മയ്ക്കും ഒക്കെ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ആ കഴിവുണ്ടാകും. നമ്മുടെ മിക്ക കഴിവുകളും ജനറ്റിക്കലായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ്, നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതാണ്. ഈ മാതാപിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് തന്നതോ ദൈവമാണ്. അപ്പോൾ നമ്മൾ ഏതൊന്നിലാണോ ജോലി ചെയ്തത് അത് ദൈവത്തിൻ്റെ സൗജന്യദാനമായി നമുക്ക് കിട്ടിയതാണ്. പിന്നെ ആകെപ്പാട് നമുക്ക് അവകാശപ്പെടാനുള്ളത് നമ്മളതിൽ ജോലി ചെയ്തു എന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലൊരാൾ ഒരു പറമ്പിൽ ഒരു കിണർ കുഴിക്കാൻ ശ്രമിച്ചു. 10 അടി താത്തി വെള്ളം കിട്ടിയില്ല, 20 അടി താത്തി വെള്ളം കിട്ടിയില്ല, 25 അടി താത്തി കിട്ടിയില്ല, 30 താത്തി വെള്ളം കിട്ടിയില്ല. അവസാനം 40 അടി താത്തി കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം കിട്ടി. വെള്ളം കിട്ടിയപ്പോൾ ഈ താത്തി ആൾ എല്ലാവരോടും പറഞ്ഞു, ഞാൻ 40 അടി താത്തി വെള്ളം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഒന്ന് ഓർത്ത് നോക്കുക, 40 അടി താഴെ ദൈവം വെള്ളം കരുതി വെച്ചില്ല എങ്കിൽ ഈ വ്യക്തി 40 അല്ല 40,000 അടി താത്തിയാലും പ്രയോജനമില്ല. ഈ 40 അടി താത്തിയതിന് പ്രയോജനം ഉണ്ടായത് ദൈവം അവിടെ വെള്ളം കരുതി വെച്ചതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ അധ്വാനത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്, നമ്മൾ അതിനെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ദൈവത്തിൻ്റെ കരുതുന്ന ഈ സ്നേഹത്തിലേക്ക് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതാ, എല്ലാ ദാനവും ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ നമ്മുടെ അധ്വാനവും
നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം ഈ ദാനങ്ങളോട് ചേർത്ത് വെച്ച് നമ്മൾ കാണുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹം നമുക്ക് കാണാൻ സാധിക്കാതെയും നമ്മുടെ അധ്വാനം, നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ക്ലേശങ്ങൾ അതെല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ പെരുത്ത് മുഴുത്ത് ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങളെ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ കരുണയും സ്നേഹവും നമുക്കതിൻ്റെ പൂർണ്ണതയിൽ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഇതിനിടയിൽ നമ്മുടെ കുറച്ച് അധ്വാനവും ക്ലേശവും ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മളതാണ് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികളിലും ഗുരുതരമായ രീതിയിൽ കടന്നു വരാൻ ഇടയുള്ള ഒന്നാണ് അഹങ്കാരം എന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളെയും നശിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ ജോലി ചെയ്ത് ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരാഴ്ചത്തെ ജോലി പ്രോഗ്രാമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം 1-ാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു, 2-ാം ദിവസം ഇന്നത് സൃഷ്ടിച്ചു. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിക്കാവുന്നതെല്ലാം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇനി ഒരു ദിവസം മിച്ചമുണ്ട് ഒരാഴ്ചയ്ക്ക്, 7-ാം ദിവസം. ആ 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം വിശ്രമിച്ചു എന്നാണ്. പക്ഷെ എങ്ങനെ വിശ്രമിച്ചു? ദൈവം അതെല്ലാം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. അതാണ് 7-ാം ദിവസം ദൈവം ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മളോട് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. നീ ഒരു ജോലി ചെയ്തതുകൊണ്ട് ആ ജോലി പൂർത്തിയാകുന്നില്ല. ശരിക്ക് അത് പൂർത്തിയാകണമെങ്കിൽ 7-ാം ദിവസത്തെ കാര്യം കൂടെ ചേർത്താലേ അത് പൂർത്തിയാവുള്ളൂ. എന്താണ് 7-ാം ദിവസത്തെ കാര്യം? അതിനെ വിശുദ്ധീകരിക്കുക എന്ന കാര്യം. വിശുദ്ധീകരിച്ചാൽ മാത്രമേ ഏതൊരു ജോലിയും നമുക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നേഴ്സ് 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കും, എൻ്റെ ഡ്യൂട്ടി ഇന്ന് കഴിഞ്ഞു, എൻ്റെ പണി ഇന്ന് കഴിഞ്ഞു. പക്ഷേ ആത്മീയമായി പറഞ്ഞാൽ നിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. നിൻ്റെ പണി പൂർത്തിയാകണമെങ്കിൽ നീ ചെയ്ത ആ ജോലിയെ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ചാൽ മാത്രമേ അത് നിനക്ക് ഒരു അനുഗ്രഹമായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. 7-ാം ദിവസത്തെ ആ വിശുദ്ധീകരണം കൊണ്ട് മാത്രമേ അത് നമുക്ക് ഒരു ബ്ലെസ്സിങ് ആയി തീരുകയുള്ളൂ. ചില ആളുകൾ സംസാരിക്കാൻ വരുമ്പോൾ അവർ പറയാറുള്ളൊരു വാചകമുണ്ട്. നാളൊരു സൗരം പറഞ്ഞു വെച്ചാൽ ഗൾഫിൽ പോയി എന്താണെന്നറിയാൻ പാടില്ല, ചെന്നപാടെ ജോലിയൊക്കെ കിട്ടി, കാശ് വരാൻ തുടങ്ങി, ഇഷ്ടം പോലെ പണം കൈവന്നു, എന്നിട്ടോ അതെല്ലാം ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. വെള്ളപ്പൊക്കം വന്ന പോലെയാണ് വന്നു, അത് മുഴുവനും ഇറങ്ങിപ്പോയി, പ്രയോജനപ്പെട്ടില്ല. കാശ് ഇഷ്ടം പോലെ കൈക്കൂടെ വന്നു, അത് മുഴുവനും നശിച്ചു പോയി, അത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഒത്തിരി ആളുകളുടെ ചരിത്രവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാ പ്രയോജനപ്പെട്ടില്ല, കയ്യിലേക്ക് ധാരാളം വന്നു, പക്ഷേ നമുക്കത് ഗുണമായി തീർന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിനക്കത് അനുഗ്രഹമായി മാറണമെങ്കിൽ നീ അതിനെ വിശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? എന്താണ് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും വിശുദ്ധീകരിക്കപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ബലിപീഠത്തിൽ വയ്ക്കുക എന്ന് പറയുന്നത്. ബലിപീഠത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബലിയായി ചെയ്യുമ്പോഴാണ് അത് വിശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ബലിപീഠത്തിൽ വയ്ക്കുന്നത് ദൈവത്തിനുള്ളതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് വിശുദ്ധമായി തീരുന്നു. അങ്ങനെയാണ് അതിനെ വിശുദ്ധീകരിക്കേണ്ടത്. മനുഷ്യനുള്ള കാലത്തോളം തന്നെ അവൻ്റെ ദാനങ്ങൾ എല്ലാം അവൻ ബലിപീഠത്തിൽ വെച്ച് ബലിയായി ദൈവത്തിന് കൊടുക്കാറുണ്ട്. എന്താണ് ബലിപീഠത്തിൽ വെച്ചിട്ട് അവർ ചെല്ലാനുള്ള പ്രാർത്ഥന? എന്താണ്? നന്ദിയും സ്തോത്രവുമാണ് അർപ്പിക്കുക. ദൈവമേ, ഇത് നീ തന്നതാണ്, ഇത് നിൻ്റേതാണ് എന്ന് പറഞ്ഞ് ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. എല്ലാ മതങ്ങളിലും തന്നെ ബലിയർപ്പണമുണ്ട്. എല്ലാ മതങ്ങളിലുമുള്ള ബലിയർപ്പണത്തിൻ്റെ അകത്ത് പണ്ട് കാലങ്ങളിലുള്ള ബലിയർപ്പണത്തിലൊക്കെ ബലിവസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് ആ ബലിവസ്തുവിൻ്റെ മേൽ തീ കൊടുക്കും. അത് കത്തി, അത് ഉരുകി, അതിന് പുക മുകളിലേക്ക് പോകുമ്പോൾ ഭക്തൻ അത് ദൈവം ഏറ്റെടുക്കുന്നതായിട്ട് കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ചരിത്രത്തിൽ ഒരു ബലിയർപ്പണം നടന്നു. അത് ഏലിയാവ് അർപ്പിച്ച ബലിയാണ്. ആ ബലിയിൽ ഏലിയാവ് ഈ പ്രകൃതിയുടെ തീ കൊണ്ടുവന്ന് ബലിവസ്തുവിൽ വെച്ച് ദഹിപ്പിച്ചില്ല. ഏലിയാവ് ചെയ്തത് അങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തപ്പോൾ
ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി വന്ന് ആ ബലിവസ്തുവിനെ ദഹിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന തീയ്? ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന അഗ്നി, അതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന അഗ്നി ആ ബലിവസ്തുവിലേക്ക് വന്ന് അങ്ങനെ ആ ബലിവസ്തുവിനെ ദഹിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ബലിവസ്തുവിലേക്ക് വരുമ്പോഴാണ് ശരിക്ക് ആ ബലിവസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 10-ാം അധ്യായം 17-ാം വാക്യം നമുക്കറിയാം. ഇസ്രായേലിൻ്റെ പരിശുദ്ധ അഗ്നിയായും അവൻ്റെ പ്രകാശം ജ്വാലയായും മാറും. അപ്പോൾ മുള്ളുകളും മുൾച്ചെടികളും ഇതാ ഒറ്റയടിക്ക് കത്തി ദഹിച്ചു പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്ക് മാത്രമാണ് വിശുദ്ധീകരിക്കുവാനുള്ള കഴിവുള്ളത്. നമ്മുടെ എന്തെങ്കിലും അഭ്യാസം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും പ്രയത്നം കൊണ്ടോ ഒന്നും അത് വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന അഗ്നി ഇറങ്ങി വരുമ്പോൾ ആ ബലിവസ്തു എല്ലാം വിശുദ്ധീകരിക്കപ്പെടും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ബലിപീഠത്തിലേക്ക് എടുത്തു വെച്ച ഈ ബലിവസ്തു, അതിൻ്റെ അകത്തുള്ള അശുദ്ധി എന്താണ്? പരിശുദ്ധാത്മാവ് ഏത് അശുദ്ധിയെയാണ് തൻ്റെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നത് ആ ബലിവസ്തുവിൻ്റെ അകത്ത് കിടക്കുന്ന എൻ്റെ എന്ന ആ കാഴ്ചപ്പാടിനെയാണ് കത്തിച്ച് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊന്നിൻ്റെ അകത്ത് എൻ്റെ എന്ന് കിടപ്പുണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. അതിനെ കത്തിച്ച് കളഞ്ഞാലേ അത് ശുദ്ധമാകൂ. അത് ശുദ്ധീകരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുകയുള്ളൂ. അപ്പോൾ എൻ്റെ എന്നത് കിടക്കുന്നിടത്തോളം കാലം അത് നമുക്ക് അനുഗ്രഹമായി മാറുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധാരണ നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എൻ്റെ എന്നത് പ്രവേശിക്കും. അത് നമ്മുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറും. ഇപ്പോൾ ഒരാൾ 4-5 ദിവസം കടന്ന് ജോലി ചെയ്ത് കുറച്ച് പണം കിട്ടി, അതുകൊണ്ട് അദ്ദേഹം ഒരു കസേര വാങ്ങിച്ചു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ആരോ ആ കസേരയുടെ കാല് എങ്ങനെയോ ഒടിച്ചു കളഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ കസേര വാങ്ങിച്ച വ്യക്തി വീട്ടിൽ കിടന്ന് അലറും. ആരാണ് എൻ്റെ കസേരയുടെ കാലൊടിച്ചത്? അങ്ങനെ ചോദിക്കുള്ളൂ. അല്ല, ചുമ്മാ കസേരയുടെ കാലൊടിച്ചത് ആരാന്ന് ചോദിക്കില്ല. എൻ്റെ കസേരയുടെ കാലൊടിച്ചത് ആരാണ്? തന്നെയുമല്ല, ഒടിഞ്ഞത് കസേരയുടെ കാലാണെങ്കിലും ഈ ആ കാൽ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സ്വന്തം കാല് ഒടിഞ്ഞതുപോലെയുള്ള വേദന അനുഭവപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒടിഞ്ഞത് കസേരയുടെ കാലാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ വേദന. എന്താ കാരണം? നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് അത് നമ്മുടെ ഭാഗമായി മാറി, നമ്മുടെ കൈയും കാലും പോലെ നമ്മുടെ ഒരു എക്സ്റ്റൻഷനായി മാറി. ഇതാണ് നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാത്തിലും സംഭവിക്കുന്നതാണ്. നമ്മൾ അധ്വാനിച്ചൊരു വീടുണ്ടാക്കുകയും ആരെങ്കിലും ആ വീടിൻ്റെ കല്ല് വെച്ചെറിഞ്ഞാലോ നമ്മളിങ്ങനെ യുക്തിയോട് ചെയ്ത് നോക്കിയാൽ വീടുണ്ടല്ലോ കല്ല് വെച്ചെറിഞ്ഞത്, എനിക്കിട്ടില്ലല്ലോ. പക്ഷേ നമുക്കിട്ട് എറിഞ്ഞതുപോലെ നമുക്ക് വേദന തോന്നും. കാരണം എന്താ? നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന എല്ലാത്തിൻ്റെ അകത്തും ഞാൻ എൻ്റെ എന്നത് കയറി ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കയറി ഇരുന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് അശുദ്ധമാണ്. ആ എൻ്റെ എന്നതിനെ കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ അത് വിശുദ്ധമാകൂ. വിശുദ്ധമായാലേ അത് അനുഗ്രഹമായി മാറുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹമായി തീരുകയുള്ളൂ എന്ന കാര്യം നമ്മുടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ജ്ഞാനമാണ്. നമ്മളത് ഒരു പരിധിവരെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളൊരു വീട് പണിത് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞു ഉടനെ അതിനകത്ത് കയറി താമസമാക്കിയാൽ നമ്മളെന്ത് ചെയ്യും? ആ വീട് വെഞ്ചരിപ്പിന് ശേഷമാണ് അവിടെ താമസമാക്കുന്നത്. ഒരാളൊരു കട ഒക്കെ പണിത് കഴിഞ്ഞാൽ ആ കട വെഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മളവിടെ പ്രവർത്തനമൊക്കെ ആരംഭിക്കുക. ഹല്ലേലൂയ. എന്താണ് വെഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ? ചില ആളുകളുടെ വിചാരം വെഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അന്നം വെള്ളമൊക്കെ തളിക്കുന്നതിനാണ് വെഞ്ചരിപ്പെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെഞ്ചരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെഞ്ചരിക്കുന്നതോടു കൂടി നോക്കുക, ദൈവം ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ട് മാറുന്നു. അപ്പോൾ നീ അതിൽ വാടകക്കാരനായിട്ട് മാറുന്നു. ഇതാണ് വെഞ്ചരിപ്പ് വഴി നടക്കുന്ന വ്യത്യാസം. ഹല്ലേലൂയ. ആ നിമിഷം തൊട്ട് ഈ വീടിൻ്റെ ഉടമസ്ഥനും നാഥനും ദൈവമാണ്. നീ ആ വീട്ടിലെ ഒരു വാടകക്കാരനാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇതാ ആ ഉടമസ്ഥന് ഇഷ്ടമില്ലാത്തതൊന്നും ആ വീട്ടിൽ സംഭവിക്കാൻ പാടില്ല. ഈ വീട് ദൈവത്തിൻ്റെ വീടാണ്, അത് അവൻ്റെതാണ്, ഞാൻ അതിലെ വാടകക്കാരനാണ്. അപ്പോൾ വീട് വെഞ്ചരിപ്പോടുകൂടി നമ്മുടെ ഉടമസ്ഥാവകാശം കത്തിപ്പോകണം. കത്തിപ്പോയി കഴിഞ്ഞാലോ പിന്നെ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ വീട് ആരുടേതായിട്ടായിരിക്കും കാണുക? ദൈവത്തിൻ്റെ. ഹല്ലേലൂയ. അതുവരെ നമ്മളെന്താ കണ്ടത്? എൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ അധ്വാനം, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ക്ലേശങ്ങൾ,
ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതങ്ങോട്ട് കത്തിപ്പോണം. ഹല്ലേലൂയ. ഈ എൻ്റെ എന്നത് നമ്മൾ വെറുതെ ഒരു ചിന്ത കൊണ്ടുവന്നുകൊണ്ട് കത്തിപ്പോയില്ല. ചിന്ത കൊണ്ടുവന്നുകൊണ്ട് ആ എൻ്റെ എന്നൊന്നും മാറുമൊന്നുമില്ല. അത് പൂർണ്ണമായിട്ട് ആ എൻ്റെ എന്നത് കത്തിപ്പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ മാത്രമേ അത് കത്തിപ്പോകൂ. ആത്മാവിന് മാത്രമേ അത് കത്തിച്ച് കളയാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ആത്മാവ് അതിലേക്ക് ഇറങ്ങി വരുന്നത്? അത് ബലിപീഠത്തിൽ വെച്ച് നന്ദിയും സ്തോത്രവും പറയുമ്പോഴാണ്. നന്ദി പ്രാർത്ഥന ഒരു ബലിപ്രാർത്ഥനയാണ്. സങ്കീർത്തനം 50:14 നമ്മൾ കാണുന്നു, കൃതജ്ഞതയായിരിക്കട്ടെ നിന്റെ ബലി. ഹല്ലേലൂയ. അപ്പം നന്ദി പറയുമ്പോൾ അതൊരു ബലിയർപ്പണമാണ്. നന്ദി പറയുമ്പോൾ ഉണ്ടോ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് ദൈവം തന്നതാണ്, എൻ്റെതല്ല, ദൈവമേ നിൻ്റെതാണ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്തോത്രവും. എബ്രായലേഖനം 13:15 സ്തുതിയുടെ ബലിയർപ്പിക്കുക. നമ്മുടെ കാണുന്ന വചനമാണ് സ്തുതിയുടെ ബലിയർപ്പിക്കുക. അങ്ങനെ നന്ദിയും സ്തോത്രവുമാണ് ഇതാ ബലിയർപ്പണ പ്രാർത്ഥനകളാണത്. ഹല്ലേലൂയ. അതങ്ങനെ നന്ദിയും സ്തോത്രവും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലിവസ്തുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ടോ അതിൻ്റെ അകത്തുള്ള എൻ്റെ എന്നതിനെ കത്തിച്ച് കളയുന്നു. ഹല്ലേലൂയ. അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താ? അത് ദൈവത്തിൻ്റെയാണ്. അത് ദൈവത്തിൻ്റെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത് നമ്മുടെ കയ്യിൽ തരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് എന്ന കാര്യം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദാനങ്ങളുടെ ഉടമസ്ഥാവകാശം ദൈവം നമുക്ക് തരുന്നില്ല. നമുക്ക് കൈവശം വയ്ക്കാം, ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ ഉടമസ്ഥൻ എന്നും എന്നും ദൈവം തന്നെയായിരിക്കും. നമ്മൾ ബൈബിളിലെ ഒരു സംഭവം കാണുന്നുണ്ട്. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് 5 താലന്ത് കൊടുക്കുന്നു, 2 താലന്ത് കൊടുക്കുന്നു, 1 താലന്ത് കൊടുത്തിട്ട് യജമാനൻ പോകുന്നു. കുറേ നാൾ കഴിഞ്ഞ് യജമാനൻ മടങ്ങി വന്ന ശേഷം യജമാനൻ ചോദിച്ചു, 5 ചോദിച്ചു, നീ എന്ത് ചെയ്തു? 2 ചോദിച്ചു, നീ ഇതുകൊണ്ട് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. 5 10 പറഞ്ഞു, 2 4 പറഞ്ഞു. അപ്പം യജമാനൻ കണക്ക് ചോദിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദിക്കുക എന്നത് അതിൻ്റെ അർത്ഥം ഏതാണ്? അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ. അവന് കണക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് കണക്ക് അവൻ ചോദിക്കും. ആ കണക്ക് പറയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ആ 1 താലന്ത് കിട്ടിയവരിൽ നിന്ന് അവരത് കുഴിച്ചിട്ടതുകൊണ്ട് യജമാനൻ അത് എടുത്തു മാറ്റി. ഈ എടുത്തു മാറ്റുക എന്നതും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടതാണ്. ദൈവം ഏതെങ്കിലും ഒരു ദാനം എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ്? ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ, നീ അല്ല. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് ദാനവും നമ്മുടെ അനുവാദമില്ലാതെ നമ്മളോട് ചോദിക്കാതെ ദൈവത്തിന് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. ദൈവത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു ദാനവും നിൻ്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഏത് സമയത്തും ഇതെടുത്തു മാറ്റാൻ കഴിയും. ഇതെൻ്റേതാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നീ അതിൻ്റെ ഉടമസ്ഥനല്ലാതായിത്തീരുന്നു. ലൂക്കാ 12 ധനാഢ്യനായ വിഡ്ഢിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ബൈബിൾ ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. അയാൾക്ക് ധാരാളം വയലേലകളുണ്ടായിരുന്നു, അവിടെയെല്ലാം കൃഷി ചെയ്തു, ധാരാളം ധാന്യമുണ്ടായി, അതെല്ലാം കടപ്പുരയിൽ ശേഖരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ആത്മാവേ, തിന്നുക, കുടിക്കുക, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, വിഡ്ഢി, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാൽ ഇവ ആരുടേതായിരിക്കും? ഉണ്ടോ? ഇതെൻ്റെതാണെന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ നിന്റെ ഉടമസ്ഥാവകാശം ഇതാ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു പക്ഷേ വിചാരിക്കും ഇതെൻ്റെതാണല്ലോ എന്ന്. ഈ സെക്കൻഡിൽ തന്നെ നീ അതിൻ്റെ ഉടമസ്ഥനല്ലാതായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെയും, തമ്പുരാനെ ഇത് എടുത്തു മാറ്റാൻ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അവനാണ് എൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദൈവം എന്തെങ്കിലും ദാനങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓർക്കണം, അതിൻ്റെ ഉടമസ്ഥൻ എടുത്തു മാറ്റി. അതിൻ്റെ ഉടമസ്ഥൻ എടുത്തു മാറ്റി. എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ചില ദാനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വേദന പോകുന്നില്ല? ആ വേദന പോകാത്തതിന് കാരണം ആ ഉടമസ്ഥത അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ എന്നത് ഇരിക്കുന്നതുകൊണ്ട് ആ വേദന പോയില്ല. അതുകൊണ്ട് അത് ബലിപീഠത്തിൽ വെച്ച് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, ദൈവമേ അത് നിൻ്റേതാണ് എന്ന് ഏറ്റു പറഞ്ഞ് നന്ദിയും സ്തുതിയും പറഞ്ഞ് ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിക്കുക. എങ്കിൽ മാത്രമേ ആ വേദന നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലാംഗ്വേജ് തന്നെ, നമ്മുടെ വീട്ടിലെ ലാംഗ്വേജ് മാറണം. പലപ്പോഴും ചില കുടുംബനാഥന്മാർ അവർ വാ വിളിച്ചാൽ ഇങ്ങനെ പറയും, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കാരണവന്മാരായിട്ട് ആരും തന്നില്ല, ഞാൻ അധ്വാനിച്ച് ഗൾഫിലെല്ലാം പോയി വെയിൽ കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കി ഉടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വീടും സാധനങ്ങളെല്ലാം. ഹല്ലേലൂയ.
ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അത് നീ പറയുന്നതോടും നമ്മുടെ കുടുംബത്തിൻ്റെ പരിസരത്തു നിന്ന് സാത്താൻ പോയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളത് ബലിപീഠത്തിൽ വെച്ച് എൻ്റെ എതിരെ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുക? അത് ദൈവത്തിൻ്റെതാണ്. ഏതൊരു ദാനവും ദാതാവിനെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇവിടെ ഒരാൾക്കൊരു പേന കൊടുത്താൽ അദ്ദേഹം ആ പേന എടുക്കുമ്പോഴെല്ലാം ആ പേന എന്നെ ഓർമ്മിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബലിപീഠത്തിൽ വെച്ച് വിശുദ്ധീകരിച്ച് എൻ്റെ എതിരെ കത്തിച്ച് കളയുമ്പോൾ നോക്കുക, ആ വീട് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ദാനമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. കുടുംബനാഥന്മാർ മാത്രമല്ല, കുടുംബനായികമാരും ഉണ്ടോ? നമ്മുടെ ഭാഷ മുഴുവനും എൻ്റെയാണ്. ഹല്ലേലൂയ. ആ എൻ്റെ എന്നത് ബലിപീഠത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ കത്തിപ്പോകേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഷ മാറണം, നമ്മുടെ ലാംഗ്വേജ് മാറണം. ഹല്ലേലൂയ. ആ എൻ്റെ എന്നത് നമ്മുടെ ലാംഗ്വേജ് അത് ശരിയായ ലാംഗ്വേജ് അല്ല, അത് ബന്ധനത്തിൻ്റെ ലാംഗ്വേജാണ്. ഹല്ലേലൂയ. പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാരെയും അവർ പറയുന്ന ചില വാചകങ്ങളുണ്ട്. അയ്യോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് പ്രസവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പല സ്ത്രീകൾക്കും അത് പറയാൻ പറ്റില്ല. കാരണം ചിലരെല്ലാം ബോധമില്ലാതെ പ്രസവിക്കുന്നത്, ഓപ്പറേഷനൊക്കെ വഴി ഇതുകൊണ്ട് പിന്നെ കഷ്ടപ്പെട്ടെന്നുള്ള വാക്ക് പോയി. ഹല്ലേലൂയ. എന്ത് തന്നെയാലും ശരി, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ക്ലേശം ഇത് മുഴുവനും കണ്ടോ കത്തിപ്പോകേണ്ടതായി ഒന്നാണ്. അങ്ങനെ കത്തിപ്പോയി കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് നോക്കിയാൽ എന്താ കാണുക? അത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയുന്നു. ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു, ദൈവിക പ്രകാശം വന്ന് നിറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. ആ കുടുംബം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബമായി മാറുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ധ്യാനമന്ദിരത്തിൽ സുവിശേഷ വേല ചെയ്തിരുന്ന ഒരു സഹോദരൻ, അവൻ്റെ വീട്ടിൽ ഭാഗോടമ്പടിയൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് സ്ഥലമല്ല കിട്ടിയത്, കുറച്ച് പണമാണ് കിട്ടിയത്. അതുകൊണ്ട് വന്ന് ബാങ്കിലിട്ടു. ശരിക്കും ഒരു വീടോ സ്ഥലമോ വാങ്ങിക്കാനായിട്ട് തികയല്ല. ഏതായാലും പുള്ളിക്കാരൻ അത് ബാങ്കിൽ കൊണ്ടുവന്നിട്ട് പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു വീട് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു എൻജിനീയർ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് അദ്ദേഹം പോഷായിട്ട് കുറേ വീടങ്ങോട്ട് പണിതു. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി അത് പണിതുകൊണ്ട് പണി തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ വിറ്റുപോയി. അങ്ങനെ അദ്ദേഹം പണിത വീട് മുഴുവൻ വിറ്റുപോയി. അതിൽ ഒരു വീട് വാങ്ങിച്ച വീട്ടുകാരൻ അവിടെ താമസമാക്കി ഒരു 3 മാസം തികഞ്ഞില്ല, ആ വീട്ടിലെ ഒരാൾ കെട്ടുതൂങ്ങി ചത്തോടുകൂടി ആളുകൾ അതും ഇതും പറയാൻ തുടങ്ങി. ആ വീടിനെന്തോ കുഴപ്പമുണ്ട്, അത് ഇരുന്ന സാധനം ശരിയല്ല, അതാണ് ഇതാണ്, കുറേ അതും ഇതുമൊക്കെ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏതായാലും ഈ മനുഷ്യൻ പേടിച്ചിട്ട് അയാൾ പോയി ഒരു വാടക വീട്ടിൽ പോയി താമസമാക്കി. കാരണം ഇനി ഇവിടെ കിടന്നിട്ട് അടുത്ത ആരാണോ ചാകാൻ പോകുന്നത് എന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങിയത്. തന്നെയുമല്ല, അയാൾ ആ വീടിൻ്റെ വാതിക്കൽ വിൽപ്പാനുണ്ട് എന്നൊരു ബോർഡും വെച്ചു. അപ്പോൾ ചിലർ വാങ്ങിക്കാനായിട്ട് വന്നു. പക്ഷേ അപ്പോഴാണ് ആളുകൾ പറഞ്ഞു കൊടുത്തത്, 3 മാസം താമസിച്ചേ ഉള്ളൂ, ഒരാൾ പോയി, ഇനി ചാകാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തിയും വില പോലും പറയാതെ അവർ വന്ന് കണ്ടിട്ടങ്ങ് സ്ഥലം വിട്ടു. ഹല്ലേലൂയ. ഇയാൾക്കാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും വിറ്റ് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഹല്ലേലൂയ. തന്നെയുമല്ല, ചിലർ പറഞ്ഞേ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഈ കെട്ടിത്തൂങ്ങിയ ആൾ ഈ വീടിനകത്ത് ഇത് പാട്ട് പാടുന്നുണ്ടെന്ന് നോക്കണമേ. ഹല്ലേലൂയ. അതോടുകൂടി പിന്നെ ഒരു വ്യക്തിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ല. ഹല്ലേലൂയ. ഈ വീട്ടുകാർക്കാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോയാൽ മതി, എന്തോ വലിയ ശാപമാണ് എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ധ്യാനമന്ദിരത്തിലെ സുവിശേഷ പ്രവർത്തകർ ഇത് അറിയുന്നത്. അദ്ദേഹം പയ്യെ ഈ ഉടമസ്ഥരേക്ക് ചെന്ന് പറഞ്ഞത്, എൻ്റെ ഇത്ര രൂപയുണ്ട്, തരാമെങ്കിൽ തരിക. അപ്പോൾ അവർ പറഞ്ഞു വേഗം കൊണ്ടുപോകണം പറഞ്ഞു. കാരണം എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹം അവിടെ താമസമാക്കി. ഇന്ന് അദ്ദേഹം വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. പിള്ളേരെല്ലാം പുറത്ത് നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ പോകുന്നു. ഹല്ലേലൂയ. അവിടെ താമസമാക്കിയപ്പോൾ തന്നെ ചിലർ പറഞ്ഞു, എന്തറിഞ്ഞിട്ട് എവിടെ താമസിക്കുന്നത്? അപ്പം ആ സഹോദരൻ പറഞ്ഞു, സഹോദര, ഈ വീട് ദൈവം വിശ്വാസികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വീടാണ്, അല്ലാത്ത ഒരു വ്യക്തിക്ക് അവിടെ കാല് കുത്താൻ പോലും പറ്റിയല്ല. ഹല്ലേലൂയ. വിശ്വാസിക്കുള്ള വീടാണ്. ഹല്ലേലൂയ. ദൈവം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി വേർതിരിച്ച് വെച്ചിരിക്കുന്ന വീടാണിത്. ഹല്ലേലൂയ. കേട്ടോ, നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന വീടും സ്ഥലവും ദൈവം അനാദികാലം മുതലേ നമുക്ക് വേണ്ടി വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് വേണ്ടി കാനാൻ വേർതിരിച്ച് വെച്ച ദൈവം ഇതാ ഓരോ വിശ്വാസികൾക്ക് വേണ്ടി കണ്ടോ നമുക്ക് വേണ്ടി കർത്താവ് നിനക്ക് നിന്റെ കുടുംബത്തിന് താമസിക്കാൻ വേണ്ടി തന്നതാണ് ഈ വീടും ഭവനവും. അത് തമ്പുരാൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. ആ വീട് കാണുമ്പോൾ നീ ദൈവത്തെയാണ് ഓർക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ ആ വീട് ഒരു വിഗ്രഹമാണ്. കാരണം അത് നിന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ കഷ്ടപ്പാട്, നിന്റെ ക്ലേശം
അവിടെ ഒരിക്കലും ദൈവാനുഗ്രഹം ഉണ്ടാകില്ല. അവിടെ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയി മാറുകയില്ല. അപ്പോൾ ചില ആളുകൾ കണ്ടോ, ഇത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് തമ്പുരാനാണ് ഈ വീടിൻ്റെ ഉടമസ്ഥനെന്ന് മനസ്സിലാക്കി അവിടെ വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഈ വീട് കാണുമ്പോൾ ദൈവത്തെ ഓർക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ സ്തുതിപ്പും സ്തോത്രവും ആ വീട്ടിലുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്കെല്ലാം വലിയൊരു സംരക്ഷണത്തിൻ്റെ അനുഭവമാണ്. ദൈവം തരുന്ന സംരക്ഷണം, ദൈവം നൽകുന്ന സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് മുഴുവനും ഒരു സ്വർഗീയ പ്രഭ ചൊരിഞ്ഞ് ഇതാ അവിടെ ചവിട്ടുമ്പോഴേ തന്നെ നമുക്ക് അനുഭവവേദ്യമായി തീരുന്നു. ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസികളുടെ അനുഭവം. എന്നാൽ ഇന്ന് ചിലരുടെയൊക്കെ അനുഭവം എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും നമ്മൾ ആരാണ്? കണ്ടോ, ദൈവം നമുക്ക് തന്ന വീടെന്താണ്? നമ്മളിത് ബലിയായി ചെയ്ത് നമ്മൾ പുരോഹിതരാണ്, നീ ബലി അർപ്പിക്കണം. ഇതാ ആ വീട് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്, നിന്നെ ഓർമ്മിപ്പിക്കുന്നതല്ല. നിന്നെ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ അത് വിഗ്രഹമാണ്. വിഗ്രഹം ഇരിക്കുന്ന അടുത്ത് സാത്താൻ വരും, അത് ശരിയാണ്. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവം തന്നതാണ്, ദൈവ കൈകളിൽ നിന്ന് വാങ്ങിച്ച് ദൈവത്തിന് നന്ദി സ്തുതി പറയാൻ പഠിക്കണം. ഇതില്ല എങ്കിൽ കണ്ടോ, സാത്താൻ ധാരാളം നുണകൾ നമ്മുടെ തലയിലേക്ക് കൊണ്ടുതരും. എന്നിട്ട് തമ്പുരാൻ തന്ന ദാനങ്ങൾ മുഴുവനും അത് ഭയത്തിൻ്റെ ഒന്നായി മാറി. വീട് നിനക്ക് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, വീട് ഭയത്തിൻ്റെ സ്ഥലമായി മാറി. നിൻ്റെ കൃഷിസ്ഥലം നിനക്ക് ഭയത്തിൻ്റെ സ്ഥലമായി മാറി. എന്നിട്ട് അത് മുഴുവനും ദോഷമായി മാറുന്നു. എന്നിട്ട് ചിലർ പറയും, ഇവിടെ താമസമാക്കിയതിന് ശേഷമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത് എന്ന് നീ പറയുന്നു. ദൈവത്തെ കേന്ദ്രമാക്കി ജീവിതത്തെ കാണേണ്ടതിന് പകരം നോക്കുക, ഇങ്ങനെയുള്ളതിനെ കേന്ദ്രമാക്കി നീ നിൻ്റെ ജീവിതത്തെ കണ്ടാൽ നമ്മൾ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് ഒത്തിരി ആളുകളുടെ തലച്ചോറിൻ്റെ അകത്ത് ഉണ്ടോ ഈ വിഗ്രഹം കയറിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ വിഗ്രഹം ഉടയണം. വിഗ്രഹം ഉടയുന്നത് എങ്ങനെയാണ്? ഇതാ ദൈവാരാധനയിലൂടെയാണ്, ബലിയർപ്പിക്കുന്നതിലൂടെയാണ്. ഹല്ലേലൂയ. ഏതാണ് ഏറ്റവും വലിയ ബലി? എന്താണ് ബലിയർപ്പണത്തിലൂടെ സംഭവിക്കേണ്ടത്? എൻ്റെ എന്നത് കത്തിപ്പോണം. ഏതെന്നാണോ നിനക്ക് അനുഗ്രഹമായി മാറാതിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇതാ ദൈവമല്ലാത്ത എന്തോ നീ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിരന്തരമായി നന്ദിയും സ്തോത്രവും ഉയരും. അത് ഉയരുന്ന ഭവനമായിരിക്കണം നമ്മുടെ ഭവനം. ഈ വിശ്വാസത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. അല്ലാതെ ചിലർക്ക് ഏത് കണ്ടാലും അവനവൻ്റെ കഷ്ടപ്പാടും ക്ലേശങ്ങളും ദുരിതങ്ങളും പീഡാനുഭവമായിരിക്കും അവർക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയം അത് ഒരു പൈശാചികമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഭയമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഭയമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. കുറച്ച് പേര് കൈപൊക്കിയിട്ടുണ്ട്, കൈ താഴുക. മറ്റുള്ളവർ കൈപൊക്കാതിരിക്കുമ്പോഴേ നമുക്ക് തോന്നും ഒരു ഭയങ്കര ധൈര്യമുള്ളവരാണ്. ഹല്ലേലൂയ. കൈ പൊക്കാൻ തന്നെ പേടിച്ചിട്ടിരിക്കുന്ന പാർട്ടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:19 എന്താ പറയുന്നത് അറിയാമോ? സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ലോകത്തിന് ഉണ്ടോ, ലോകം ഭയത്തെക്കുറിച്ച് തരുന്ന ആശയം തെറ്റാണ്. നമ്മുടെ സ്കൂളുകളിൽ ഭയത്തിൻ്റെ വിപരീതം എഴുതാൻ പറഞ്ഞാൽ ധൈര്യം എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ ബിബ്ലിക്കലായിട്ട് എന്താണ് ഭയത്തിൻ്റെ വിപരീതം? എന്താ? സ്നേഹമാണ്. അതുകൊണ്ട് ഭയത്തിൻ്റെ വിപരീതം ധൈര്യമാണ് എന്ന് വിചാരിക്കുന്നവർ ഭയം മാറാൻ വേണ്ടി ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്ത് കഴിച്ചാൽ ധൈര്യം കിട്ടും? ചിലർ കള്ളു കുടിച്ച് കഴിയുമ്പോഴേക്കും ബോധം പോകും. ഹല്ലേലൂയ. എന്നിട്ട് അതിനെ ധൈര്യം എന്ന് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭയം മാറാനുള്ള മാർഗം എന്താണ്? ഈ ഭയത്തിൻ്റെ വിപരീതം ധൈര്യമാണെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഭയം ഒരു കാലത്തും മാറിയ ചരിത്രമില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ സൈക്കാട്രിക് ക്ലിനിക്കുകളൊക്കെ ഇതാ ഭയം മാറാനുള്ള മരുന്നൊക്കെയായിട്ട് നടക്കുന്നു. ഹല്ലേലൂയ. ഭയം മാറുന്നത് സ്നേഹത്തിൽ വളരുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നിറയുമ്പോൾ ഭയം പോകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്? ദൈവം തന്ന കാര്യങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിക്കുക. നമ്മുടെ ഹൃദയം മുഴുവനും ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറയുന്നത് വഴി എത്രയോ വ്യക്തികളുടെ ഉള്ളിൽ നിന്നാണ് ഭയം വിട്ടുപോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് മാത്രമേ ഭയം വിട്ടുപോകുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തിൽ വളരുക. സ്നേഹത്തിൽ വളരണമെങ്കിൽ ആരുടെ സ്നേഹത്തിൽ വളരണം? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്ന സൗജന്യ ദാനത്തിന് പകരം നമ്മുടെ തലയിൽ നുണച്ചിന്ത കയറിയിരിക്കുകയാണ്. ഇത് നിന്റെ മിടുക്കൊണ്ട് നീ ഉണ്ടാക്കിയതാണ് എന്ന നുണച്ചിന്ത കയറിയിരിക്കുകയാണ്. നമുക്കറിയാം, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, സാത്താൻ നുണയനാണ്, അവൻ നുണയുടെ പിതാവാണ്. സാത്താൻ നുണയനാണ്, നുണയുടെ പിതാവാണ്. നുണയുടെ പിതാവായതുകൊണ്ട്, സാത്താൻ നുണയനായതുകൊണ്ട്
ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു നുണ പറയണമെങ്കിൽ നുണയുടെ മൊത്ത വ്യാപാരം ചെകുത്താൻ്റെതാണ്. അപ്പം നിനക്ക് നുണ കിട്ടണമെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും? സാത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ സാത്താൻ്റെ കയ്യിൽ നിന്ന് നുണ വാങ്ങിച്ചാൽ നുണയുടെ ഉടമസ്ഥൻ ചെകുത്താനായതുകൊണ്ട് പിന്നെ നമ്മുടെ അടുത്തുനിന്ന് ചെകുത്താൻ പോയില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ സാധനം നമ്മുടെ ഉള്ളിലിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നുണ കളഞ്ഞാലേ സാത്താൻ പോവുകയുള്ളൂ. ഒരല്പം അഴുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഈച്ച വരും. ഒരാൾ ഒരു ചൂലുമായിട്ട് അവിടെ ഇരുന്ന് വരുന്ന ഈച്ചനെ കാട്ടി ഓടിക്കുക. എപ്പോൾ ആട്ട് നിർത്തുന്നോ അപ്പോൾ ഈച്ച വീണ്ടും വരും. അതുകൊണ്ട് ഈച്ച വരാതിരിക്കണമെങ്കിൽ എന്താ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അഴുക്കെടുത്ത് കളയുക. ഇതുപോലെ തന്നെ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരു മാർഗ്ഗം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നുണ കളയുക. നുണ അങ്ങനെ പോകും. കുറേ ആളുകൾ കൂടി ചുറ്റും നിന്നിട്ട് നുണ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പോവുകയില്ല. ഹല്ലേലൂയ. നുണ പോകുന്നത് സത്യം ഗ്രഹിക്കുമ്പോൾ നുണ പോകും. സത്യത്തിലൂടെ മാത്രമേ നുണ പോകുകയുള്ളൂ. എന്താണ് സത്യം? നിന്റെ വചനമാണല്ലോ സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം വായിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വലിയ നുണ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒട്ടനേകം പേരെ സാത്താൻ മൂടിയിട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന നുണ എന്താണ്? നമ്മുടെ കയ്യിൽ എന്ത് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടനെ തന്നെ നമ്മുടെ തല പറയും, നിന്റെ അധ്വാനം, നിന്റെ ക്ലേശം, നീ കഷ്ടപ്പെട്ടത്, നീ വേർത്തുണ്ടാക്കിയത് ഉണ്ടോ, ഈ ഓർമ്മയാണ് തലയിൽ കൊണ്ടുവരുന്നത്. ഇത് ദൈവം നൽകിയതാണ് എന്ന കാര്യത്തിലേക്ക് നീ വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രോബ്ലമാണ്, നമ്മൾ ജോലി ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവകാശം അതിനകത്തുണ്ട് എന്നത് സത്യമാണ്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയട്ടെ. ഞാനൊരു തുണി വാങ്ങിച്ചിട്ട് ഒരു തയ്യൽക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ഷർട്ട് ഉണ്ടാക്കി തരണം. തയ്യൽക്കാരൻ എൻ്റെ അളവൊക്കെ എടുത്തു. അങ്ങനെ തുണി വാങ്ങിച്ചുകൊണ്ട് പോയി. അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഷർട്ട് തയ്ച്ചുകൊണ്ട് വന്നു. ഞാൻ ഇട്ട് നോക്കി, നന്നായിരിക്കുന്നു. തുണി ഞാൻ കൊടുത്തതാണെങ്കിലും ആ തയ്യൽക്കാരന് അതിൻ്റെ മേലൊരു അവകാശമുണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഞാൻ ആ തയ്യൽക്കാരനോട് ചോദിച്ചു, എന്ത് തരണം? അപ്പോൾ തയ്യൽക്കാരൻ പറഞ്ഞു, ഒരു 800 രൂപ തന്നേര്. ഞാൻ അദ്ദേഹത്തിന് 800 രൂപ കൊടുക്കുന്നു. ഇനി തയ്യൽക്കാരൻ എന്തെങ്കിലും അവകാശം ആ ഷർട്ടിന്മേലുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അയാളുടെ കൂലി ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറെ രീതിയിൽ ചിന്തിച്ച് നോക്കുകയും, ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തുണി കൊടുത്തു, പുള്ളി ഷർട്ടുണ്ടാക്കി, എന്നിട്ട് ഷർട്ട് കൊണ്ടുവന്ന് എന്നെ തരുന്നില്ല, പുള്ളിക്കാരൻ ഇട്ടുകൊണ്ട് നടക്കുക, ഞാൻ അയാൾക്ക് 800 രൂപ കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കുകയും, ഈ ഭൂമിയിലുള്ളത് മുഴുവനും ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ അതിൻ്റെ മുകളിലായി ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉടമസ്ഥൻ ദൈവമാണ്. അപ്പോൾ നീ അവിടെ ജോലി ചെയ്യുമ്പോൾ അത് നീ തമ്പുരാൻ്റെ കയ്യിൽ, അതിന് ഉടമസ്ഥൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് നിനക്ക് കൂലി കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പേരുടെ മനസ്സിൽ ഈ കൂലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അസ്വസ്ഥത കിടക്കുകയാണ്. എന്താണ് കാര്യം? ഇപ്പോൾ ഇവിടെ ചിലരെങ്കിലും ഇതാ കുടുംബത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, എന്നിട്ടോ ബിസിനസ് നടത്തി പൊളിഞ്ഞു പോയി, കൃഷിയൊക്കെ ചെയ്തു, ഇതാ പൊളിഞ്ഞു പോയി. അങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുവെങ്കിലും ഇതാ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. എല്ലാവരുടെ മുമ്പിലും അപമാനിതനായി. വീട്ടിലുള്ളവരും എല്ലാവരും ഉണ്ടോ, നീ ആയിട്ട് കുടുംബം തകർത്ത് കളഞ്ഞു എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് കഷ്ടപ്പാടും ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. നമ്മൾ അങ്ങനെയാണ്, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഏത് കഷ്ടപ്പാടും ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. പക്ഷെ ഒറ്റ വ്യവസ്ഥ, അതിന് പ്രതിഫലം കിട്ടണം. പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ നീ ഏത് കഷ്ടപ്പാടും സ്വീകരിക്കും. നീ കഷ്ടപ്പാടെല്ലാം സഹിച്ചു, പക്ഷേ പ്രതിഫലം കിട്ടാതെ പോയാലോ ആ കഷ്ടപ്പാട് പോലും നമ്മുടെ ഉള്ളിൽ കയ്പായിട്ട് മാറുന്നു. ഇന്ന് പലരുടെയും ഉള്ളിൽ ഈ കയ്പ് ഇങ്ങനെ കിടക്കുക. എല്ലാം നഷ്ടത്തിലായിപ്പോയി, അധ്വാനിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി. അതിൻ്റെ മ്ലാനതയും അതിൻ്റെ വ്യസനവും അതിൻ്റെ ദുഃഖവും ഇതാ നമ്മളെ പിടികൂടിയിരിക്കുന്നു. ഇവിടെ നമുക്കൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവനുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ട് തന്നതല്ല ഈ ജീവൻ, ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് ഈ ജീവൻ. ഈ ജീവൻ ദൈവം നമുക്ക് നൽകിയപ്പോൾ ആ ജീവൻ്റെ അകത്ത് ജീവിക്കുക എന്ന കമാൻഡ് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ജീവൻ നമുക്ക് തന്നതുവഴി, ഈ ജീവിതം നമുക്ക് തന്നതുവഴി ഈ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുക എന്ന കമാൻഡ് അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടി, ഈ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ എന്താണ് ദൈവത്തിന് അതിലേക്ക് നോക്കി പറയാനുള്ളത്? ദൈവം ഇങ്ങനെ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നത്. ദൈവത്തെ നമ്മൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജീവിക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ ജീവിതത്തെ മനോഹരമാക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ അത് ദൈവത്തോടുള്ള അനുസരണമാണ്.
അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന കാര്യങ്ങൾ ഉന്നതമായ ബലിവസ്തുവാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരിക്കുന്ന കാര്യങ്ങൾ ഉന്നതമായ ബലിവസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ അധ്വാനവും അതൊരു ബലിവസ്തുവാണ്. ദൈവം അതിന് കൂലി തരും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പറഞ്ഞാൽ ദൈവം കൂലി തരുന്നത്? ഇത് ഞാൻ പറഞ്ഞിട്ട് നീ ചെയ്തതാണ്, ഇത് നീ എനിക്ക് വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് ഞാനാണ് ഇതിന് കൂലി തരുന്നത്. ഈ വലിയ സത്യം നമ്മുടെ ഉള്ളിൽ കടക്കണം. നമ്മുടെ അധ്വാനത്തിന് ദൈവം അതിലേക്ക് നോക്കി പറയും, ഇത് ഞാൻ പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നത്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് നീ ചെയ്തത്, അതിന് പ്രതിഫലമുണ്ട്. എഫേസ്യസ് 6:7 കൊളോസ്യസ് 3:23 എല്ലാം നമ്മൾ കാണുകയാണ്, ഇതാ ദൈവം നമുക്ക് പ്രതിഫലം തരുന്നു എന്ന കാര്യം. പക്ഷേ നമുക്ക് ഈ പ്രതിഫലം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നില്ല. ചിലർക്ക് അതിന് പിന്നിൽ കിടക്കുന്നത് പ്രതിഫലം അനുഭവവേദ്യമായി തീരുന്നില്ല എന്ന് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് അവരുടെ ഉള്ളിൽ കയ്പ് കിടക്കുക. കാരണം ഈ ഭൂമി നോക്കിയിട്ട് പ്രതിഫലമൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പലരും ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നീ ദൈവം പറഞ്ഞിട്ടാണ് ഇതൊക്കെ അധ്വാനിക്കുന്നത്, അവിടെ ദൈവം അത് അവകാശപ്പെടുന്നു, ഞാനാണ് കൂലി തരുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അത് തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്താലേ ആ കൂലി നമ്മുടെ കയ്യിലേക്ക് വരികയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തയ്യൽക്കാരൻ ഷർട്ട് തയ്ച്ച് എൻ്റെ കൈ കൊണ്ട് തരുമ്പോഴാണ് ഞാൻ കൂലി കൊടുക്കുന്നത്. അപ്പം നീ അധ്വാനിച്ചതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ബലിയായി തമ്പുരാൻ്റെ കയ്യിലേക്ക് നീ കൊടുത്ത്, അത് ബൈബിൾ പറയും, ദൈവമഹത്വത്തിനായിട്ട് നീ ചെയ്യുക. ദൈവമഹത്വത്തിനായിട്ട് നീ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിന്റെ ഉള്ളില് ലോകത്തിന് നശിപ്പിക്കാൻ കഴിയാത്ത ഒരു സന്തോഷത്തിന്റെ കനല് വന്ന് വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഉള്ളില് ലോകത്തിന് നശിപ്പിക്കാൻ കഴിയാത്ത സന്തോഷത്തിന്റെ കനല് ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് സ്വർഗത്തെ നോക്കി വിതയ്ക്കുന്ന വിത്താണ്. നിന്റെ അധ്വാനം അത് ഈ ലോകം മാത്രമല്ല, അത് സ്വർഗത്തെ നോക്കി വിതയ്ക്കുന്ന വിത്താണ്. കാരണം എന്താ? ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ്. ഒന്ന് കൈയടിച്ചേ. മത്തായിയുടെ സുവിശേഷം 25 വലതുവശത്ത് നിൽക്കുന്ന വ്യക്തികളോട് അന്ത്യവിധി നാളിൽ ദൈവം പറയുക, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, കാരാഗ്രഹത്തിലായിരുന്നു, എന്നെ വന്ന് സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ പരിചരിച്ചു. എന്നിട്ട് പറയുന്നത്, അനാദികാലം മുതലേ ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ വലതുവശത്തുള്ള ആളുകൾ ചോദിക്കുക, ദൈവമേ, നീ എപ്പോഴാണ് രോഗിയായത്? നീ എപ്പോഴാണ് കാരാഗ്രഹവാസിയായത്? ദൈവം പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരു പ്രതി ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കണ്ടോ? ഇതാ നീ ചെയ്ത കാര്യത്തിലേക്ക് നോക്കി ദൈവം പറയുകയാണ്, ഇത് എനിക്ക് വേണ്ടിയാണ് നീ ചെയ്തു തന്നത്, അതുകൊണ്ട് അതിന് കൂലി തരുന്നത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന കൂലിയാണ് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഞങ്ങൾ അതിനെ തർജ്ജമ ചെയ്താൽ മതി, നിത്യമായ സന്തോഷം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇത് ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി ബലിപീഠത്തിൽ വെച്ച് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ഇതാ സ്വർഗത്തെ നോക്കി അങ്ങോട്ട് സ്തുതിച്ച് തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോഴേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാ നിത്യമായ സന്തോഷത്തിന്റെ കനൽ വരും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഇത് ദൈവം സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പക്കൽ അതിന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ഉറപ്പാണ്. ആ പ്രതിഫലം ഉറപ്പാണ് എന്നതിൻ്റെ ഒരു അനുഭവമാണ് നമ്മുടെ ഉള്ളിലുണ്ടായ നിത്യമായ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 10:31 നമ്മൾ വായിക്കുന്നുണ്ട്, നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യോ എന്ത് തന്നെ ചെയ്താലും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. എന്തിനാണത്? നമ്മുടെ ഉള്ളിൽ നിത്യമായ സന്തോഷം ഉണ്ടാകും. ഇന്ന് നമ്മൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഭൂമിയിൽ മാത്രം പ്രതിഫലം നോക്കുന്നു, അത് പലപ്പോഴും കിട്ടുന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാലും അതിന് സന്തോഷം നിലനിൽക്കുന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയിൽ നമുക്ക് എന്ത് കിട്ടിയാലും അതിന് സന്തോഷം അധികം നേരം നിലനിൽക്കുകയില്ല. ഒരാൾ ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കൂട്ടുകാരെല്ലാം വിളിച്ച് ലഡുവെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു, വലിയ സന്തോഷവും. ഒരു 4-5 മാസം കഴിഞ്ഞ് ഈ ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുത്തവർ വീട്ടിൽ തന്നെ അവൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത്, ഓ ഒരു മുടിഞ്ഞ ജോലി ഇന്നും പോകണമല്ലോ എന്ന് പറഞ്ഞാൽ വന്നത്. ഹല്ലേലൂയ. കണ്ടോ? ഹല്ലേലൂയ. വീടില്ലാതിരുന്നിട്ട് വീട് കിട്ടിയപ്പോഴേക്കും എല്ലാവരും വിളിച്ച് സദ്യയൊക്കെ നടത്തി. ഒരു 5-6 മാസം കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കിക്കേ, ഓ ഒരു സൗകര്യമില്ലെന്ന് പറയും. ഇങ്ങനെ പറയും. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം 5 മിനിറ്റ് കഴിയുമ്പോൾ പോകുന്നു. ഇതാണ് ഈ ലോകത്തിൽ എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത്. അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ പ്രതിഫലം മാത്രമാണ് നമ്മൾ നോക്കി കാണുന്നത്. അതുകൊണ്ട് കിട്ടുമ്പോൾ സന്തോഷം, അത് കഴിയുമ്പോൾ ആ സന്തോഷം പോകുന്നു. സന്തോഷം പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സന്തോഷം ഇരുന്ന സ്ഥലത്ത് ഒരു ശൂന്യതയുണ്ടാകും. അത് പ്രകൃതി എപ്പോഴും ശൂന്യത അങ്ങനെ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് എവിടെ ശൂന്യതയുണ്ടോ അവിടെ നിറയ്ക്കപ്പെടാനുള്ള സംവിധാനം പ്രേരണയുണ്ടാകും. ഹല്ലേലൂയ. എവിടെ ശൂന്യതയുണ്ടോ അവിടെ നികത്തുവാനുള്ള സമ്മതം ഉണ്ടാകും. അപ്പം നമ്മുടെ ഉള്ളിൽ സന്തോഷം വന്നിരുന്നു,
ഇത് ആ സന്തോഷം കൊണ്ട് പോയി. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ആ ശൂന്യത നികത്താനായി എന്തെങ്കിലും ചെയ്ത് സന്തോഷം കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം പോകുന്നു. അപ്പോൾ ആ സന്തോഷത്തിന് ഇരുന്ന സ്ഥലത്ത് വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്ത് സന്തോഷം കൊണ്ടുവരും. കുറെ കഴിയുമ്പോൾ നീ എന്തു ചെയ്താലും നിന്റെ ഉള്ളില് ആ ശൂന്യത നികത്തപ്പെടുന്നില്ല. നീ എന്ത് ചെയ്താലും നിനക്ക് സന്തോഷം തോന്നിയല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ തോന്നുകയില്ല. ജീവിതത്തോട് തന്നെ ഒരുതരം നിരാശത. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ജീവിക്കാൻ തന്നെ താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വിഷാദാത്മകത കയറി വരുന്നത്, ഡിപ്രഷൻ കയറി വരുന്നത്. അങ്ങനെയാണ്. ഹല്ലേലൂയ. കാരണം നശിച്ചു പോകുന്ന താൽക്കാലിക സന്തോഷം കൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുകയും അത് നഷ്ടപ്പെടുന്നു. അതിന് പകരം വളരെ വേദന കൊണ്ടുവരുന്നു, അത് നഷ്ടപ്പെടുന്നു, വേദന കൊണ്ടുവരുന്നു. കുറെ കഴിയുമ്പോൾ യാതൊന്നിനും നികത്തപ്പെടാൻ പറ്റാത്തവണ്ണം മനുഷ്യ ഹൃദയത്തിൽ ശൂന്യത വലുതാകുന്നു. നീ ഒരു വിഷാദ രോഗിയായിത്തീരുന്നു. ജീവിക്കാൻ താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല. ഈ കാര്യം ഇന്ന് എല്ലാ തൊഴിൽ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നാളുകൾക്ക് മുമ്പേ ഞാൻ വായിച്ചൊരു മാസികയിൽ കണ്ടു, കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്ന 10-20% ഇടയിൽ വ്യക്തികൾ ഡിപ്രഷൻ പേഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കുകയും ഇത് കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ എടുത്ത് നോക്കിക്കുകയും ഒരു 60% കായിക അധ്വാനം ചെയ്യുന്ന കൂലിപ്പണിക്കാര് 60% പേര് മദ്യപാനികളാ. ഹല്ലേലൂയ. കാരണം മദ്യം കഴിച്ച ഒരു പണി പണിയാൻ പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആ ജോലിയിലൂടെ അവർക്ക് സന്തോഷം കിട്ടുന്നില്ല. അവൻ കുടിച്ചാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് 60% പേര് ലഹരിയുടെ അടിമയായിത്തീരുന്നു. ഒരു സാധനങ്ങൾക്ക് മുമ്പ് വേറെ മാസികയിൽ ഞാൻ വായിച്ചു, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഏതാനും കുട്ടികളെ അവർ പലരും ലഹരിയുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇത് വർദ്ധിക്കുന്നു. കാരണം പഠിച്ചു, ജോലി കിട്ടുന്നില്ല, കണ്ടോ, പ്രതിഫലമില്ല. അതുകൊണ്ട് ദുഃഖത്തിലേക്ക് കയറി വരുന്നു. പ്രകൃതിയുടെ സന്തോഷം വാങ്ങിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ എന്തു ചെയ്താലും ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കുക, ദൈവം തന്ന ഈ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാൻ, ഈ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ നീ എന്തൊക്കെ ഈ ഭൂമിയിൽ അധ്വാനിച്ചിട്ടുണ്ടോ അതിലേക്ക് നോക്കി ദൈവം പറയുന്നു, ഇത് ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ തന്ന ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്നെയാണ് നീ അനുസരിച്ചിരിക്കുന്നത്, അതിന്റെ കൂലി തരുന്നത് ഞാനാണ്. ഹല്ലേലൂയ. ഈ ഒരു വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇന്ന് വരെയുള്ള മുഴുവൻ അധ്വാനത്തെയും അത് സ്വർഗത്തെ നോക്കി വിതയ്ക്കാനുള്ള ഒരു വിത്തായി കണ്ടുകൊണ്ട് നീ ദൈവ മഹത്വത്തിനായിട്ട് അങ്ങോട്ട് ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ നന്ദിയും സ്തോത്രവും പറഞ്ഞ് ബലിയായി ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ. നീ അത് ബലിയായി ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ നോക്കിക്കോ, ഈ ഭൂമിയിൽ നിനക്ക് അതിന് പ്രതിഫലം കിട്ടിയില്ല എങ്കിലും നിന്റെ ഉള്ളില് ഈ ലോകത്തിൽ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം പൊട്ടിവിടരും. ഹല്ലേലൂയ. ആ സന്തോഷം ഉണ്ടല്ലോ, മരണത്തിന് പോലും നശിപ്പിക്കാൻ കഴിയാത്ത സന്തോഷമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്റെ ദൈവം ഇതിന് സമ്മാനിക്കും, എന്റെ ദൈവം ഇതിന് പ്രതിഫലം നൽകും, എന്റെ ദൈവം ഇത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ പ്രതിഫലം ഉറപ്പാണ്. ഹല്ലേലൂയ. നിന്റെ അധ്വാനവും ക്ലേശവും നീ കൈക്കുമ്പിളെ ഒരു ബലിവസ്തുവായി എടുത്ത് സ്വർഗത്തെ നോക്കി വിതച്ചാൽ അത് നിത്യജീവിതത്തിലേക്ക് കൊയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വരുന്നത് ലോകത്തിൽ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു സന്തോഷത്തിന്റെ കനല് ഈ മഹത്വ സ്തുതിയും പറയുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നു. ഹല്ലേലൂയ. ഇത്തരം സന്തോഷമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഓരോ സാഹചര്യങ്ങളും മറിച്ചിടും. നമ്മൾ പിടിച്ച നിൽക്കുകയില്ല. ചിലർ മെന്റൽ പേഷ്യന്റ് ആയിട്ട് മാറുന്നു, പിടിച്ച നിൽക്കുകയില്ല. വിഷാദ രോഗം. എന്നാൽ ദൈവം തരുന്ന ലോകത്തെ നശിപ്പിക്കാൻ കഴിയാത്ത ഈ സന്തോഷത്തിന്റെ കനലുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ഏത് വിപരീത സാഹചര്യത്തിന്റെയും അന്ധകാരത്തെ കണ്ടോ അത് മാറ്റിക്കളയും. നിന്റെ ഉള്ളിൽ അപ്പോഴും ഒരു സന്തോഷം അങ്ങനെ നിൽക്കും. കർത്താവ് ഇതിന് പ്രതിഫലം തരുമെന്ന് നമുക്ക് ഒരു ഉറപ്പ്, അത് വചനം തരുന്ന ഉറപ്പാണ്. അത് നമുക്ക് അനുഭവവേദ്യമായി തീരും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ സ്തുതിപ്പിച്ചപ്പോൾ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു, കാര്യം ഞാൻ സ്തുതിക്കുകയൊക്കെ ചെയ്തെങ്കിലും പക്ഷേ ഈ ഭൂമിയിൽ ഒരു അനക്കമില്ലല്ലോ വെച്ചാൽ. ഹല്ലേലൂയ. കാരണം ഈ അധ്വാനിച്ചിട്ട് ഒരു ഫലവും ഇവിടെ കാണുന്നില്ലല്ലോ. സ്വർഗത്തിൽ അതിന് പ്രതിഫലം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഹല്ലേലൂയ. അതിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചേ, ഒരാൾ തിങ്കളാഴ്ച ദിവസം ഒരു 10,000 രൂപ കൊണ്ടുവന്ന് ബാങ്കിലിട്ടു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളിയാഴ്ച ഈ 10,000 രൂപ ബാങ്കിലിട്ട ആൾ രാവിലെ ബാങ്കിലേക്ക് വിളിച്ചു. ബാങ്കിലെ മാനേജർ ഫോൺ എടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ആ തിങ്കളാഴ്ച 10,000 രൂപ കൊണ്ടുവന്നിട്ട് ഇന്ന ആളാണ്. നിങ്ങൾ കൊണ്ടിട്ടത് അറിയാം, എന്താ വേണ്ടത് നിങ്ങൾക്ക്? അല്ലേ, ഒന്നും വേണ്ട, അതവിടെ കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെല്ലാം ചെയ്യാറുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ഹല്ലേലൂയ. 10,000 അല്ല, എത്ര ലക്ഷം കൊണ്ടുവന്നിട്ടാലും നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ വിളിച്ച് ചോദിക്കുമോ അവിടെ കിടപ്പുണ്ടോ, നമ്മളിട്ട പൈസ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. എങ്കിലും അത്രയധികമായി നമ്മുടെ കർത്താവിനെ വിശ്വസിച്ചുകൂടാ. ഹല്ലേലൂയ.
ഇതിന് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നിത്യമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ കനൽ ഇല്ലെങ്കിൽ ഒരു മനുഷ്യവ്യക്തി എന്ന നിലയിൽ നിനക്കിവിടെ ഒരു ജീവിതം അസാധ്യമാണ്. നിന്റെ ഉള്ളിലുള്ളതെല്ലാം വെറും താൽക്കാലിക സന്തോഷമാണെങ്കിൽ അതെപ്പോഴും നമ്മുടെ മനസ്സൊരു സംഘർഷപൂരിതമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് നമ്മൾ ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാം ബലിയായിട്ട് ചെയ്യുക. എൻ്റെ ദൈവം പറഞ്ഞിട്ടാണ്, അവനാണിത് എനിക്ക് തന്നത്, ഞാൻ അവൻ്റെ കരങ്ങളിലേക്കാണ് ഇത് സമർപ്പിക്കുന്നത്. നീ നന്ദിയും സ്തുതിയും ഒന്ന് ചെയ്തു നോക്കൂ. ഈ ലോകം പ്രതിഫലം തരുവോ തരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നിൻ്റെ ഉള്ളിൽ ഒരു നിത്യമായ സന്തോഷത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം എല്ലാ ദിവസവും നമുക്കൊരു ഉണർവോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയും. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുഖത്ത് വ്യാപരിച്ചിരിക്കുന്ന നിരവധി മ്ലാനതയും മന്ദതയും മാറിപ്പോകും. കാരണം എന്തോ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് ദൈവം അവകാശമായി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ട് നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല? കാരണം നമ്മൾ അത് തമ്പുരാനും നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ വിചാരം നമ്മുടെ കായികാധ്വാനം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും ഈ ഭൂമിയിലെ ജീവിതം വിജയിപ്പിക്കാമെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ദൈവം തന്ന ജീവിതമാണിത്. ഇവിടെ നമുക്ക് ചെയ്യുവാനുള്ളത് ഒരു ദൈവ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലാതെ ആർക്കും ഈ ജീവിതം വിജയിപ്പിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മസിൽ പ്രയോഗം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും ഈ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല. എത്രയോ കുടുംബങ്ങളിലാണ് നമ്മുടെ കൈകൾക്കും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും ഒതുങ്ങാത്ത പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്നത്. നിനക്കെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? നിന്റെ മുഴുവൻ കണക്കൂട്ടുകളെയും തെറ്റിപ്പോകുന്ന വിധത്തിലുള്ള എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലും പരിസരത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമഹത്വത്തിനായി ചെയ്യാൻ പഠിക്കുക. നമ്മുടെ കുട്ടികളെ പോലും അവർ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ബലിയായി ചെയ്യിപ്പിക്കുവാൻ പഠിക്കുക. സ്വർഗത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം, ഇത് ദൈവം പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം, അവിടെയാണ് നമ്മുടെ ജോലിക്കും കാര്യങ്ങൾക്കും എല്ലാം മീനിങ് ഉണ്ടാകുന്നത്. മീനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് കഷ്ടപ്പാടും നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാണ്. ഇത് അനേകം പേരുടെ ഉള്ളിൽ ദുഃഖവും എല്ലാം വന്ന് നിറഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താ? മീനിങ് കാണുന്നില്ല, ഒരു പ്രതിഫലവും കാണുന്നില്ല, കഷ്ടപ്പെട്ടതെല്ലാം സീറോ ആയി തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ നിരാശയും പീഡയും നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഒരിക്കലൊരു സഹോദരൻ പുള്ളി ധ്യാനമെല്ലാം കൂടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വികാരിയച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഈ ഇടവകയിൽ ഒരു ധ്യാന പരിപാടിയൊക്കെ സംഘടിപ്പിക്കണം. അപ്പോൾ അച്ഛൻ അയാളോട് പറഞ്ഞു, താമനയും ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അനുവാദം കിട്ടിയതുകൊണ്ട് ഈ പുള്ളിക്കാരൻ പോയി ഒരു ധ്യാന ഗുരുവിനെ കണ്ട് ഒരു ദിവസത്തെ പ്രോഗ്രാം പുള്ളി അറേഞ്ച് ചെയ്തു. എന്നിട്ട് വികാരിച്ചനെ വിവരം അറിയിച്ചു. അച്ഛനും സമ്മതമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, താൻ തന്നെ ആളെയൊക്കെ വിളിച്ചു കൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഇയാൾ ആ ഇടവകയിലുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി ആ ഒരു ദിവസത്തെ ധ്യാന പരിപാടിക്ക് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചു. ആ ഇടവകയിൽ ഇത്തിരി സാമ്പത്തികമായിട്ടൊക്കെ കഴിവുള്ള സ്വന്തമായ ഫാക്ടറിയൊക്കെ ഉള്ള ഒരു സഹോദരനുണ്ട്. അയാളും ഈ സുവിശേഷ പ്രവർത്തകരും ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ഇയാളുടെ ഒരു പ്രത്യേകത, ഇയാൾ വർഷത്തിൽ ഒരിക്കലെങ്ങാനും പള്ളിയിൽ പോകും. പുള്ളിക്ക് പ്രാർത്ഥനയൊന്നുമില്ല. എന്നാൽ ദൈവവിരോധിയൊന്നുമല്ല. പുള്ളി ദൈവം ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്തെങ്കിലും ആട്ടെ, പുള്ളി അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പുള്ളിക്ക് എങ്ങനെയും കാശുണ്ടാക്കണം, അത്രയേ ഉള്ളൂ പുള്ളിയുടെ കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് പുള്ളി അങ്ങനെ പള്ളിയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഈ കൂട്ടുകാരൻ നിലയിൽ ചെന്ന് കണ്ട് ഇയാൾ നിർബന്ധിച്ചു, എടാ നീ വരണം, ഞാൻ സംഘടിപ്പിക്കുന്നു, അതുകൊണ്ട് നീ വരണം എന്ന് പറഞ്ഞ് ഇയാൾ കൂടി ഇയാൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് പുള്ളിക്കാരൻ എന്നാൽ പിന്നെ പോയി കുടിയൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസത്തെ ധ്യാന പരിപാടി ഇടവ പള്ളിയിൽ നടന്നു. ആ ധ്യാനഗുരു അന്ന് പ്രസംഗിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഫാക്ടറി ഉടമ ഈ ധ്യാനപ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥനയൊന്നും കൂടാതെയാണ് ഈ ഫാക്ടറി തുടങ്ങിയത്. ഏതായാലും ഒരു പുതിയ ഫാക്ടറിയും കൂടെ തുടങ്ങാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്ലാനുണ്ട്. അതെങ്കിലും തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇനി അത് തുടങ്ങുകയുള്ളൂ. പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം അത്ഭുത ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു നല്ല ഒരു തീരുമാനമെടുത്താണ് പുള്ളി അന്നത്തെ ധ്യാന പരിപാടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് പുള്ളി പുതിയ ഫാക്ടറി തുടങ്ങുന്ന അവസരം വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ പള്ളിയിൽ വന്ന് 9 ദിവസം മെഴുതിരി കത്തിച്ച് വെച്ച് കൈകൾ വിരിച്ച് പിടിച്ച് പുള്ളി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അതിനുശേഷമാണ് പുതിയ ഫാക്ടറി തുടങ്ങിയത്. പക്ഷേ പുതിയ ഫാക്ടറി തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തടസ്സങ്ങളുണ്ടായി. പുള്ളി വിചാരിച്ചതുപോലെ അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ബാങ്കിൽ നിന്നെടുത്ത ലോണും അതിൻ്റെ പലിശയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഫാക്ടറിയിൽ നിന്നുള്ള ലാഭം മുഴുവൻ ഇതിനകത്തോട് ഒഴുക്കി. കുറച്ചൊരു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫാക്ടറിയും രണ്ടാമത്തെ ഫാക്ടറിയും എല്ലാം പൊളിഞ്ഞു. പുള്ളി ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി.
പുള്ളിക്ക് പ്രാർത്ഥനയോട് വന്ന ദേഷ്യം പറയണ്ട. പുള്ളി പലരോടും പറഞ്ഞു, പ്രാർത്ഥന ഒരു തട്ടിപ്പാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ കേട്ടവർ ഇദ്ദേഹത്തോട് പറഞ്ഞു, പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും ഇയാളുടെ ഫാക്ടറി പൊളിഞ്ഞെങ്കിൽ അതിന് കാരണം, അല്ല പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വിശ്വാസയോഗ്യമല്ല. അപ്പോൾ പലരും അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തു, ഇയാൾ ഈ കാര്യം വേറെ ആരെങ്കിലും ഒരു ആത്മീയ പിതാക്കന്മാരുടെ അടുക്കൽ പോയി സംസാരിക്കൂ, ഒരു ആവശ്യമായ നിർദ്ദേശം സ്വീകരിക്കൂ എന്നൊക്കെ പുള്ളിനെ പലരും ഉപദേശിച്ചു. അങ്ങനെ പുള്ളി പലയിടത്തുമൊക്കെ പോയി അവസാനം പുള്ളി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാൾ പ്രാർത്ഥിച്ചിട്ടാണോ തുടങ്ങിയത്? അതെ, പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അത് ഞാൻ ഓരോ ദിവസം ഒരു തിരി കത്തിച്ച് വെച്ച് അങ്ങനെ 9 ദിവസം മുടങ്ങാതെ ദേവാലയത്തിൽ പോയി കൈ വിരിച്ചു പിടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. എന്നിട്ടാണ് വെച്ചാൽ ഇങ്ങനെ വലിയൊരു തകർച്ചയുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാൾ ഇങ്ങനെ മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉള്ളിൽ തോന്നിക്കുന്നതായി എന്തെങ്കിലും ഇയാളുടെ ഉള്ളിൽ അനുഭവപ്പെട്ടോ? അപ്പം ഈ സൗരം പറയാ, അനുഭവപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്താ അനുഭവപ്പെട്ടത്? ദൈവം പറയുന്നതായി എനിക്ക് വ്യക്തമായിട്ട് അനുഭവപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്ത്? തുടങ്ങിക്കോ, ഇങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഹല്ലേലൂയ. എന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് കൊടുത്ത മറുപടി ഇപ്പം ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ടീച്ചർ ഒരു കുഞ്ഞു കിളിയെ പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കിളി ജീവിക്കുമോ ചാവുമോ? അപ്പോൾ കുട്ടികൾ ആലോചിച്ചു, ജീവിക്കുമെന്നെങ്ങാനും നമ്മൾ പറഞ്ഞാൽ ടീച്ചർ ഒറ്റ ഞെക്ക് കൊടുക്കും, കിളി ചത്തുപോവുകയും ചെയ്യും. അതല്ല, ചത്തുപോകുന്നെങ്ങാനും പറഞ്ഞാൽ ടീച്ചർ കൈ മലർത്തും, കിളി പറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ഉത്തരം കൊടുത്താലും അത് തെറ്റിപ്പോകാനാണ് സാധ്യത. അതുകൊണ്ട് കുട്ടികൾ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്ന കിളി ആയതുകൊണ്ട് അതിന് ഉത്തരം ടീച്ചർ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ദാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് നിനക്ക് കിട്ടുകയില്ല. ആ അരുളപ്പാട് കിട്ടണമെങ്കിൽ നീ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് അത് കൊടുത്താലേ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. നിൻ്റെ ഉടമസ്ഥതയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം പറഞ്ഞു തരികയില്ല. ഹല്ലേലൂയ. നമുക്ക് വെളിപ്പെടുകയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാൻ അറിയണമെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് നീ കൊടുത്ത് അവൻ്റെ ഉടമസ്ഥതയിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നിനക്ക് അതിനെക്കുറിച്ചുള്ള ദൈവികമായ വെളിപ്പെടുത്തൽ കിട്ടുകയുള്ളൂ. ദൈവം മോശയോട് പറഞ്ഞു, നീ ചെന്ന് ഫറവോനോട് പറയുക, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന്. മോശ എന്ന് ഫറവോനോട് പറഞ്ഞു, ഇസ്രായേൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനത്തിന് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇവരെ വിട്ടയക്കുക എന്ന്. അപ്പോൾ ഫറവോൻ രാജാവ് മോശയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്നത്? നമ്മുടെ ഈ രാജ്യത്ത് തന്നെ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സൗകര്യം തരാമല്ലോ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഫറവോന്റെ കീഴിൽ ഒരു ദൈവാരാധനയില്ല. ഹല്ലേലൂയ. 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 ഒരിക്കൽ ഒരു സഹോദരൻ സംസാരിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, വലിയ കടബാധ്യതയിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര രൂപയുടെ കടമുണ്ട്? പുള്ളി പറഞ്ഞു, 2.5 കോടിയുടെ കടമുണ്ട് അച്ഛാ. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്തേക്ക് ആളുകളോട് കടം ചോദിക്കുമ്പോൾ അവർ ലക്ഷങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ആളുകളെല്ലാം കോടികളാണ് പറയുന്നത്. ഹല്ലേലൂയ. 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 വീട്ടിലാണെങ്കിൽ ഒരു കൊച്ചമൊക്കെ കാണും. ഹല്ലേലൂയ. കടം വാങ്ങിക്കുന്നതും ബിസിനസ് നടത്തുന്നതൊക്കെ കോടികളാണ്. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നു ഇവരെല്ലാം പഞ്ചായത്തോ ഒക്കെയാണോ നടത്തുന്നത് തോന്നിപ്പോൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഏതായാലും 2.5 കോടിയുടെ കടമുണ്ട് എന്ന് ആ സഹോദരൻ പറഞ്ഞു. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ഈ 2.5 കോടിയുടെ കടം നികത്താൻ ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളതെല്ലാം കൂടി വിറ്റ് കഴിഞ്ഞാലേ 1 ലക്ഷം രൂപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1 ലക്ഷം രൂപ ഇയാളുടെ കയ്യിലുണ്ട്. ഇനി ബാക്കി 2,49,00,000 കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. ഈ 2,49,00,000 ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, ആരും അറിയാനാച്ചാ ദൈവം തരണം, അത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ദൈവം തരണം. ഹല്ലേലൂയ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 1 ലക്ഷം രൂപ കൈവശമുള്ള ഒരു കുഞ്ഞു മുതലാളിയാണ് ഇയാൾ. ദൈവമാകട്ടെ 2,49,00,000 കൈവശം ഇരിക്കുന്ന ഒരു വലിയ മുതലാളി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ദൈവസങ്കല്പം. ഈ ദൈവസങ്കല്പം തെറ്റാണ്. ദൈവം ഒരു വലിയ മുതലാളിയല്ല. ദൈവം എല്ലാത്തിൻ്റെയും മുതലാളിയാണ്. സർവ്വത്തിൻ്റെയും മുതലാളിയായി ദൈവത്തെ കണ്ടുവേണം ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുവാനും. അങ്ങനെ സർവ്വത്തിൻ്റെയും മുതലാളിയായി ദൈവത്തെ കാണാൻ കഴിയണമെങ്കിൽ ഇയാളുടെ കയ്യിലിരിക്കുന്ന 1 ലക്ഷം കൂടി ദൈവത്തിൻ്റെ കയ്യിലേക്ക് വയ്ക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ചില ആളുകളുടെ മനസ്സിൽ കിടക്കുന്നത് കണ്ടോ, എൻ്റെ കയ്യിലിരുന്ന കാശ് അങ്ങോട്ട് പോയി, ഇപ്പോൾ അവൻ്റെ കയ്യിലാണ്. ഞാൻ അനുഭവിക്കേണ്ടത് ഇപ്പോൾ അവനും അവളും അനുഭവിക്കുന്നത്. അങ്ങനെയാണ് പലരും സമ്പത്തിനെ കാണുന്നത്.
എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, സമ്പത്തിൻ്റെ മുഴുവനും ഉടമസ്ഥൻ ദൈവമാണ്. നിന്റെ കയ്യിലിരുന്നപ്പോഴും ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ, മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോഴും ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ. ദൈവം എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായി അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏത് നേരവും നിന്റെ തല അതിൽ പ്രവർത്തിച്ച് നിന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതുകൊണ്ട് എന്താകാനാ, ഇതുകൊണ്ട് എന്താകാനാ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും, ഇതുകൊണ്ട് എങ്ങനെ ശരിയാകും. ഇങ്ങനെ നിരന്തരമായി നിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നിന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ അത് തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിന്റെ വളരെ പ്രസിദ്ധമായ പ്രാർത്ഥന നമുക്ക് ഓർക്കാൻ കഴിയും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഇരുന്നപ്പോഴും ദൈവം തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥൻ. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവിടെ തമ്പുരാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നിന്റെ കയ്യിലിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോഴും അതെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. ദൈവത്തെ അതിൻ്റെ ഉടമസ്ഥനായിട്ട് നീ ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴേക്കും പല വിധത്തിൽ അത് നമ്മളെ പീഡിപ്പിക്കും. എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇതിപ്പോൾ വേറെ ചിലരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിനെ കണ്ടുകൊണ്ട് നീ കാണുക, എല്ലാം തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്നത് നീ കാണുക. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും നീ അവിടത്തേക്ക് കൊടുക്കുക. അങ്ങനെ നീ ദൈവത്തെ സ്തുതിക്കുമ്പോഴേ ഉണ്ട് നമ്മുടെ ഉള്ളിൽ ധാരാളം വിടുതൽ നടക്കും. നമ്മൾ വേറെ എല്ലാം ഉള്ളിൽ കണ്ടിട്ട് അതെല്ലാം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബൈബിളിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ഒരു സ്ത്രീയെ ഈശോയുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് അനുഗ്രഹം യാചിച്ചപ്പോൾ ഈശോ അവിടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് പട്ടിക്കിട്ട് കൊടുക്കുന്നത് ഉചിതമല്ല. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, യജമാനൻ്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ടും നായ്ക്കളും ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സ്ത്രീ എന്ത് മറുപടി പറഞ്ഞു എന്നുള്ളത് അവിടെ കിടക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ വചനത്തെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. എന്താണ് ഈശോ പറഞ്ഞത്? തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന സർവ്വ സമ്പത്തും മക്കൾക്കുള്ള സമ്പത്താണ്. തമ്പുരാൻ്റെ കയ്യിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഇരിപ്പുണ്ടോ അത് മുഴുവനും മക്കൾക്കുള്ള സമ്പത്താണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദാനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ മിടുക്കോ യോഗ്യത കൊണ്ടോ ദൈവം തന്നതല്ല. നമ്മൾ തന്നെ കാണുന്നില്ലേ, ചിലപ്പോൾ ചിലർ പറയുന്നില്ലേ, അവൻ ഒരു യോഗ്യതയില്ല ഈ സമ്പത്തിന് എന്നൊക്കെ പറയാറില്ലേ. ഹല്ലേലൂയ. യോഗ്യതയുമായി ഇതിനൊരു ബന്ധവുമില്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ ദാനങ്ങളും ഒരു ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മുടെ പിതാവാണ്. ആ സ്വർഗീയ അപ്പൻ്റെ സമ്പത്താണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നീ അവിടുത്തെ പൈതലായതുകൊണ്ടാണ് അവിടുന്ന് ഈ സമ്പത്ത് നിനക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ദാനങ്ങളും ഇതാ ഒരു ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ബന്ധമാകട്ടെ നമുക്കൊരിക്കലും ഈ ബന്ധമാകട്ടെ ദൈവം ഒരിക്കലും ഈ ബന്ധം പൊട്ടിക്കുന്നില്ല. നീ പൊട്ടിച്ചാലും ദൈവം പൊട്ടിക്കുന്നില്ല. ഇതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നത്. ആ ധൂർത്തപുത്രൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി, അതെല്ലാം നശിച്ചു. പിന്നെ അവൻ ജോലി ചെയ്ത് ജീവിക്കാതെ തീരുമാനിച്ചു, അത് നടന്നില്ല. പന്നിക്ക് കൊടുത്തത് അവിടെ പോലും കിട്ടാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ അപ്പനെക്കുറിച്ച് ഓർത്തു, അവൻ മടങ്ങി വന്നു. അങ്ങനെ പിതൃഹൃദയത്തിലേക്ക് വന്നപ്പോൾ ദൈവം അവനെ മകനായിട്ട് തന്നെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അപ്പൻ അവനെ മകനായിട്ട് തന്നെ സ്വീകരിച്ചു. ധൂർത്തപുത്രൻ്റെ വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം അവൻ വീട്ടിലുണ്ടായ അനുഭവം എന്താണ് എന്ന് നമ്മൾ അവനോടൊന്ന് ചോദിച്ചു നോക്കുകയും, എന്താണ് അവന് പറയാനുള്ളത്? അവന് പറയാനുള്ളത്, ഞാൻ നശിപ്പിച്ചത് അപ്പൻ്റെ സ്വത്താണ്, എന്നാൽ എനിക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇതാ അപ്പന് എന്നോടുള്ള സ്നേഹം. ആ സ്നേഹമാകട്ടെ ഒരു പിതൃപുത്ര ബന്ധവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബന്ധം ഞാൻ എത്ര നശിപ്പിച്ചാലും ശരി, അവിടുന്ന് അത് നശിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ കയ്യിലുള്ള സ്വത്തൊക്കെ പോയി. ഇനി അവന് പ്രത്യാശിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു 0 പോയിന്റിലേക്ക് വന്നു. കൈവശമുള്ള സമ്പത്ത് പോയി, ആരോഗ്യം പോയി, ജോലി കിട്ടാണ്ട് വകയുമില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടും അപ്പോഴും അവന് ഓർക്കാൻ ഒരു ബന്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അപ്പനെക്കുറിച്ച് ഓർത്തു. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ കൈവശമുള്ളത് മുഴുവൻ പോയാലും ഇനി എനിക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നുന്ന അവസാനത്തെ പോയിന്റിൽ നാം എത്തി നിന്നാലും അപ്പോഴും നമുക്ക് ഓർക്കാനൊരു ബന്ധമുണ്ട്. ദൈവം ഈ ബന്ധം ഒരിക്കലും പൊട്ടിക്കുന്നില്ല. ഹല്ലേലൂയ. നീ എപ്പോഴും എപ്പോഴും അവൻ്റെ പൈതലാണ്. കോട്ടയിൽ
അനുദിന വചന ശുശ്രൂഷയെല്ലാം തുടങ്ങിയ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. ധാരാളം പേര് അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് ധാരാളം പേർക്ക് ഒരുമിച്ച് അങ്ങനെ ധ്യാനം കൂടാനുള്ള സ്ഥല സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ വന്നിരുന്ന കുറച്ച് ആളുകൾ എല്ലാ വ്യാഴാഴ്ചയും ഒരുമിച്ച് കൂടി കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ധ്യാനം കൂടാനുള്ള ഒരു സൗകര്യം ഉണ്ടാകാൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവർ എല്ലാ വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞ് ഒരുമിച്ച് കൂടി ഈ ഒരു നിയോഗം വെച്ച് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു 8-9 പേർക്ക് ഇച്ചിരി ദർശന വരവൊക്കെ ഉള്ളവരുണ്ട്. ഹല്ലേലൂയ. ആ 8-9 പേർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന മുരിങ്ങൂരുള്ള പൂട്ടിക്കിടക്കുന്ന ഡിവൈൻ ഹോസ്പിറ്റൽ എന്ന കെട്ടിടം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആ കെട്ടിടത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു 80ഓളം പേര് കൂടി ഷെയർ ചേർന്ന് ഒരു ആശുപത്രി തുടങ്ങി. ഒരു 1.25 വർഷം അവരത് നടത്തി. അത് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവരത് പൂട്ടി. പിന്നെ ഒരു വർഷം അതങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ കാനറ ബാങ്കിൽ നിന്ന് കുറച്ച് പണം കൂടി ലോണൊക്കെ എടുത്ത് വീണ്ടും തുടങ്ങി. അതും ഏതാണ്ട് ഒരു 1.25 വർഷം നടത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും അത് വീണ്ടും പൂട്ടി. പിന്നെ അവരത് തുറന്നിട്ടില്ല. അതങ്ങനെ കടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ബാങ്കിലെ പലിശ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഒരു ചിന്ത വന്നു, ഇത് കുറേ കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബാങ്കുകാരെങ്ങാനും നമ്മുടെ വീടോ സ്ഥലമോ ഒക്കെ കയറി പിടിച്ചാലോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവർ എന്തായാലും കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് അങ്ങനെ ഈ ബാധ്യത ഒഴിവാക്കി എടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ആ ദർശനപരമുള്ളവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവർ എന്നോട് ഒന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ പൂട്ടിക്കിടക്കുന്ന ഹോസ്പിറ്റലാണ് കർത്താവ് കാണിച്ചു തന്നത്, അത് നമുക്ക് തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ ഉടനെ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ തീരുമാനിച്ചെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് മാറി നിന്ന് ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കയ്യിലൊരു 30 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ആലോചിക്കാൻ പോകുന്നത് പൊട്ടത്തരമാണ് എന്ന്. അന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. അടുത്ത വ്യാഴാഴ്ച അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കാൻ പോയില്ല, അതിന് കാരണമുണ്ട്. 10-30 ലക്ഷം രൂപയെങ്കിലും കൈവശമില്ലാതെ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് പൊട്ടത്തരമാണ് എന്ന്. ഉടനെ അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് അത് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് കളയാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അന്നത്തെ സെഷൻ എല്ലാവരും കൂടി ഈ സാമ്പത്തികമായിട്ടുള്ള തടസ്സമുള്ളതുകൊണ്ട് അവരത് പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്തുതിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന വളരെ ആവേശത്തിലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ശക്തമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ പ്രവചനപരമുണ്ടായിരുന്ന ഒരു സഹോദരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ ഇങ്ങനെ പ്രവചിച്ചു ഉറക്കെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കാതെ സ്വർഗീയ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കുക എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടനെ തന്നെ ആ ഗ്രൂപ്പിലെ ഒരു സഹോദരി ധൂർത്തപുത്രൻ്റെ ഉമയിലെ ധൂർത്തപുത്രൻ്റെ ചേട്ടനോട് അപ്പൻ പറയുന്ന ഒരു വചനം എടുത്ത് ഉറക്കെ അങ്ങോട്ട് വായിച്ചു. ആ വചനം ഇതാണ്, മകനെ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന്. ഹല്ലേലൂയ. അങ്ങനെ ആ പ്രവചനം സ്ഥിരീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയാണ് അനേകർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഇപ്പോഴത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രം ഉണ്ടായത്. അങ്ങനെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അതിലൂടെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, അപ്പൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കുക എന്ന കാര്യം. ഹല്ലേലൂയ. 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 ഞാൻ പലപ്പോഴും അവിടെ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്ന ആളുകളോട് ഞാൻ ഇങ്ങനെ പറയും, മരണം വരെയും നിനക്ക് ജീവിക്കാനുള്ളത് മുഴുവനും സ്വർഗീയ അപ്പൻ്റെ കയ്യിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നീ കാണുക. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് സ്തുതിക്കുക. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നീ ഇന്ന് കണ്ടാൽ നാളെ നിന്റെ കയ്യിൽ അത് നീ അനുഭവിക്കും. ഹല്ലേലൂയ. 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 നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും ഇതാ നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് കാണാനായിട്ട് കഴിയണം. ഇതിന് നമ്മളിൽ തടസ്സം നിൽക്കുന്ന പല ചിന്തകളുമുണ്ട്. നമ്മുടെ മിടുക്കം കൊണ്ട് നമ്മുടെ സാമർഥ്യം കൊണ്ടാണ്
ഇതാ കയ്യിൽ സമ്പത്തുണ്ടാകുന്നത് എന്നുള്ള മിഥ്യാധാരണ. പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവത്തിന് ദാനമായി കാണാനുള്ള ദൈവികമായ വെളിപ്പെടുത്തലുകൾക്ക് നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം. ഇതെൻ്റെ മിടുക്ക് വേല സാമർത്ഥ്യം കൊണ്ടാണ് ഇന്ന് വരെ ഞാനിത് ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ സാത്താൻ നിന്നെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് അതുപോലെ ഒരു മിടുക്കില്ല, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ നിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സമ്പത്തും ഒരേ ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇതാ ദൈവം നിൻ്റെ പിതാവാണ്, നീ അവിടുത്തെ പൈതലാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നിൻ്റെ കയ്യിലേക്ക് ഇതൊക്കെ തന്നിരിക്കുന്നത്. ഒരു 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അമ്മ ആഹാരം കൊടുക്കുന്നത് കൊച്ചിൻ്റെ എന്തെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ? കൊച്ചെന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ? പിന്നെയോ അത് അമ്മയുടെ സ്നേഹമാണ്. ഈ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. ഇതിനകത്ത് കയറിയിരിക്കുന്ന ഞാൻ എൻ്റെ എന്നതിനെ നാം ബലിപീഠത്തിലേക്ക് എടുത്തു വെച്ച് നന്ദിയും സ്തോത്രവും പറഞ്ഞ് ദൈവാത്മാവിൻ്റെ അഗ്നി അതിലേക്ക് ഇറങ്ങി വന്ന് ആ എൻ്റെ എന്നതിനെ കത്തിച്ച് കളഞ്ഞു കഴിയുമ്പോൾ എല്ലാം നിനക്ക് സ്വർഗീയ അപ്പൻ്റെ ദാനമായിട്ട് കാണാൻ കഴിയും. ഇത് ദാനമാണ്. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ കണ്ടോ, നമ്മളെ അത് വളരെയധികം നമ്മുടെ ഉള്ളിൽ വലിയ സ്വാതന്ത്ര്യം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, സമ്പത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഒരിക്കലും സമ്പത്തിന് വേണ്ടിയിട്ടല്ല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളൊരിക്കലും സമ്പത്തിന് വേണ്ടിയിട്ടല്ല, സമ്പത്ത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ ഫോർമുല ഇന്ന് സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന പലരുടെയും ഉള്ളിൽ ബ്രേക്ക് ചെയ്ത് കിടക്കുക. കാരണം സാമ്പത്തികമായ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, ഉടനെ തന്നെ നിൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്താ? ഇനി ജീവിക്കണ്ട, എൻ്റെ കയ്യിലുള്ളതെല്ലാം പോയി. ഇത്തരം നുണചിന്തകളെല്ലാം തലയ്ക്കകത്ത് കയറി ആ സാമ്പത്തിക തകർച്ച കൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ മുറിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. നീ നിൻ്റെ ശരീരത്തെ പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീ നിൻ്റെ ജീവിതത്തെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികമായിട്ടുണ്ടായ തകർച്ച എന്നൊരു കാര്യത്തെക്കുറിച്ച് നീ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ചിന്ത ഉപയോഗിച്ച് സ്വന്തം ജീവിതത്തെ മുറിവേൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. നിരന്തരമായി നീ തന്നെ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. നീ തന്നെയാണ് നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ലോകം മുഴുവനും നിനക്കെതിരായാലും അതുകൊണ്ടൊന്നും നീ നശിക്കാൻ പോകുന്നില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമി നശിക്കുന്നുവെങ്കിൽ അവൻ സ്വയം നശിപ്പിച്ചാലേ അവൻ നശിക്കുകയുള്ളൂ. അല്ലാതെ ഒരു നാശം ഒരിക്കലും മനുഷ്യനില്ല. ആരെല്ലാം നിനക്കെതിരായി തീർന്നാലും നീ നിനക്കെതിരായി തീർന്നാൽ നിന്റെ ജീവിതം നശിക്കും. നീ നിന്നെ ഉപദ്രവിച്ചാലാണ് നിന്റെ ജീവിതം നശിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, സ്വയം ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്തിലുള്ള എല്ലാ ആയുധത്തെക്കാളും സ്വയം നശിപ്പിക്കുന്ന ഏറ്റവും മാരകമായ ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നിന്റെ ചിന്തയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തി തന്റെ ചിന്ത കൊണ്ട് എന്തുമാത്രം നാശം സൃഷ്ടിക്കാൻ കഴിയുമോ അത് വർണ്ണനയ്ക്കൊക്കെ അതീതമാണ്. വേറെ ഒരായുധത്തിനും സാധ്യമല്ലത്. അതുകൊണ്ട് ചിന്തയോളം നിന്നെ ഉപദ്രവിക്കുന്ന മറ്റൊന്നില്ല. അതുകൊണ്ട് നമ്മുടെ തലയിലൂടെ പാഞ്ഞു പോകുന്ന ചിന്തകൾ നീ പരിശോധിക്കൂ. അത് നിന്നെ തളർത്തുന്നവയാണോ നിന്നെ നശിപ്പിക്കുന്നവയാണോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വയം നശിപ്പിച്ചാൽ ആർക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് ഇതാ സാത്താൻ ഈ ചിന്ത എന്ന മാരകമായ ആയുധം നിന്റെ കയ്യിൽ തന്ന് നിന്നെ കൊണ്ട് തന്നെ നിന്റെ ജീവിതത്തെ ആക്രമിക്കുക, നിന്നെ തന്നെ നശിപ്പിക്കുക. ഇതാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സമ്പത്ത് പോയി, എൻ്റെ ജോലി പോയി, എൻ്റെ പണം പോയി എന്ന ആ ചിന്ത തന്നെ ഒരു വടിയായിട്ട് നീ എടുത്ത് നിരന്തരം നീ നിന്നെ തന്നെ തല്ലിക്കൊണ്ട് നിരന്തരമായി നീ നിന്നെ തന്നെ ഉപദ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനെയാണ് തല്ലുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യണം. നീ ഉപദ്രവിക്കുന്നത് നിന്റെ ജീവിതത്തെയാണ്. നിന്റെ ജീവിതത്തോളം ദൈവത്തിന് വിലപിടിപ്പുള്ളതായി മറ്റൊന്നില്ല. ദൈവത്തിന് മുമ്പിൽ നിന്നോളം വിലയുള്ളതായി ദൈവത്തിന് മറ്റൊന്നില്ല. ദൈവത്തിന് വിലയുള്ളത് നീയാണ്, അല്ലാതെ ഈ ഭൂമിയിലെ ഏതെങ്കിലും സമ്പത്തല്ല. നീ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഒരു ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നത്. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും
അവിടെ നിന്ന് ബലി കഴിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നീ മനസ്സിലാക്കുക. ഹല്ലേലൂയ. നിനക്ക് പകരം വയ്ക്കാൻ വേറൊരാള് നമ്മുടെ കർത്താവിന് ഇല്ല. നീ അവിടെ ഇല്ലെങ്കിൽ അവിടെ ഒരു വിടവാണ്. ആ വിടവ് ആരെ കൊണ്ടും യേശുവിനെ നികത്താൻ പറ്റുകയില്ല. അത്രമാത്രം നീ ക്രിസ്തുവിന് വിലപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് പകരം പറയുന്നത്, ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാൻ പാടില്ല. അതാണ് യേശുവിൻ്റെ ആഗ്രഹം. അതാണ് ഒരുപക്ഷെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ മനസ്സിൽ വേദനിച്ചുകൊണ്ടിരിപ്പുണ്ടാകും. അയ്യോ, അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിക്കും. നീ അത് നഷ്ടപ്പെട്ടു പോയതായിട്ട് കണ്ടാലും നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു പിക്ചറല്ലേ, യേശുവിൻ്റെ തോളത്ത് ഇങ്ങനെ ഒരു കുഞ്ഞാടിനെ എടുത്തുകൊണ്ടിരിക്കുന്ന പിക്ചർ. ആ പിക്ചർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതാണ് കുഞ്ഞാട്? നഷ്ടപ്പെട്ടു പോയ ആടാണത്. അതുകൊണ്ട് നമ്മളിന്ന് മനസ്സിലാക്കണം, ആരൊക്കെ നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും ആ നഷ്ടപ്പെട്ടു പോയ ആട് യേശുവിൻ്റെ തോളത്ത് നീ കാണാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടെത്തുന്നവരെയും യേശു ആ വ്യക്തിയെ അന്വേഷിക്കുന്നു. അതാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ക്രിസ്തുവിന് പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനുള്ള നമ്മുടെ ഈ ഐഡൻറ്റിറ്റി അത് പലപ്പോഴും നാം മനസ്സിലാക്കാത്തതുകൊണ്ട്, ആ മനസ്സിലാക്കാത്ത അവസ്ഥ അത് നിരന്തരം നമ്മളെ മുറിവേൽപ്പിക്കുകയും നമ്മളെ തളർത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പറഞ്ഞ രണ്ടാമത്തെ ഉപമ നോക്കുകയും, ഒരു വീട്ടമ്മയുടെ കയ്യിലിരുന്ന നാണയം കാണാതെ പോകുന്നു. ആ വീട്ടമ്മ വീട് മുഴുവനും അടിച്ചു വാരി ആ നാണയം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. കണ്ടെത്തി കഴിയുമ്പോഴേക്കും അയൽവക്കത്തുള്ള ആളുകളെല്ലാം വിളിച്ച് ആ വീട്ടമ്മ ആഘോഷിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ നാണയം നഷ്ടപ്പെട്ടത് എവിടെയാണ്? വീടിന് ഉള്ളിലാണ്. എവിടെയാണ് ഈ നാണയം നഷ്ടപ്പെട്ടിട്ട് പോയി കിടന്നത്? എവിടെയാണ് നാണയം നഷ്ടപ്പെട്ടിട്ട് പോയി കിടന്നത്? വീടിനകത്തുള്ള ഏതോ ചപ്പ് ചവറിൻ്റെ അടിയിലാണ് ഈ നാണയം കിടക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ, ഈ നാണയത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാണയത്തിൻ്റെ പ്രത്യേകത, നാണയത്തിൻ്റെ വില അറിയാൻ പാടില്ല. ഇതാണ് പ്രത്യേകത. ഹല്ലേലൂയ. നാണയത്തിൻ്റെ വില അറിയാവുന്നത് വീട്ടമ്മയ്ക്കാണ്. നാണയത്തിൻ്റെ വില അറിയാൻ പാടില്ല. ഒട്ടേറെ ആളുകളുടെ അവസ്ഥ അതാണ്. നീ നിന്റെ വില അറിയുന്നില്ല. നിന്റെ വില അറിയുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് ഒരു ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നതും രക്തം ചിന്തുന്നതും നമ്മുടെ പിന്നാലെ നടക്കുന്നതും എല്ലാം എല്ലാം എല്ലാം. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ വില അറിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ ധാരാളം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവർക്ക് എന്താണ് കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്? എന്താണ്? ലഹരി കഴിച്ചു പോയിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ ഉള്ള ആൽക്കഹോളിൻ്റെ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ഏതൊരു രീതിയിലൊക്കെ മരുന്ന് കൊടുത്ത് മാറ്റാൻ കഴിയും. പക്ഷേ പ്രോബ്ലം അതല്ല. പ്രോബ്ലം എന്താണ്? ഇതാ, നീ നിന്നെ ഉപദ്രവിക്കുന്നു എന്നതാണ് പ്രോബ്ലം. നീ ലഹരി കഴിക്കുന്നത് നിന്റെ ജീവിതത്തിനെതിരെയുള്ള നിന്റെ ആക്രമണമാണ്. നീ നിന്നെ ഉപദ്രവിക്കുന്നു എന്നതാണ് കാരണം. നീ എന്തുകൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കുന്നത്? നീ നിന്റെ വില അറിയുന്നില്ല. നീ നിന്റെ വില അറിയുന്നില്ല. ഈ ലോകത്തിലെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നീ നിന്റെ വില അറിയുന്ന ഒരു വിദ്യാഭ്യാസവും കാഴ്ചപ്പാടുമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ഒട്ടേറെ മക്കള് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ലഹരിയുടെ അടിമയായി പോകും. ഇഷ്ടം പോലെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ടോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടതായ ഈ ആത്മീയ അറിവ്, ഓരോ ക്രിസ്തീയ കുടുംബങ്ങളിലും ലഭിക്കേണ്ടതായ ഈ അറിവ്, നീ വിലപ്പെട്ടവരാണ് എന്ന വലിയ അറിവ്, ജന്മനാൽ തന്നെ നീ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന അറിവ്, ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും നീ നിന്റെ ദൈവത്തിന് പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധം, ഇതാണ് ഒരു കുഞ്ഞിന് മാതാപിതാക്കന്മാരിലൂടെ ലഭിക്കേണ്ടതായ അടിസ്ഥാനപരമായ കാര്യം. ഇത് കിട്ടാത്ത വ്യക്തികളൊക്കെ എന്ത് സംഭവിക്കും? നോക്കിക്കോ, ഒരു ജോലി പോയി, പിന്നെന്താ ആ വ്യക്തികൾ സംഭവിക്കുക? ഉടനെ തന്നെ കണ്ടുപിടിച്ച് നടക്കുന്നു, വീട്ടിൽ കയറുന്നില്ല, നിരാശയായി, ജീവിതം നശിപ്പിക്കാനുള്ള ശ്രമങ്ങളായി, അതോടുകൂടി ബന്ധങ്ങൾ മുഴുവൻ തകരുന്നു. ഈ കുടുംബജീവിതത്തെ മുഴുവനും ചേർത്ത് നിർത്തിയിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഓരോ വ്യക്തിയും വിലയുള്ളവനാണ് എന്ന ഈ വലിയ അവബോധം, ഈ അവബോധം കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് തരുന്ന അവബോധമാണ്. അത് വെറും ഒരു ബൗദ്ധികമായ എക്സസൈസ് കൊണ്ട് ആർജിക്കുന്ന ഒരു കാര്യമല്ലത്. ഹല്ലേലൂയ. അല്പം മാർക്ക് പറഞ്ഞതിന്റെ പേരിൽ ജന്മം കുറിക്കുന്ന എത്രയോ വ്യക്തികൾ ഇതാ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കെട്ടിത്തൂങ്ങി, എന്നെ ചീത്ത പറഞ്ഞു ഉടനെ പോയി കെട്ടിത്തൂങ്ങാൻ പോകുന്നു. എന്നെ കെട്ടിയവരെ വഴക്ക് പറഞ്ഞു
പുറകെ കെട്ടി തൂങ്ങാൻ പോകുന്നു, വിഷം കഴിക്കുന്നു, ഗുളികൾ വിഴുങ്ങുന്നു. നീ ആരാണെന്നാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ ആരാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് താഴെ നിന്നുകൊണ്ട് നമ്മളോട് നിരന്തരം സംസാരിക്കുന്ന ഈ തിരുരക്തത്തെ നീ തിരിച്ചറിയുക. നിന്നോളം വിലയുള്ളതായി യേശുവിന് വേറെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 43:4 നമ്മൾ വായിക്കുന്നില്ലേ? നീ എനിക്ക് ബഹുമാന്യനും അമൂല്യനും പ്രിയപ്പെട്ടവനുമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മേൽ ഇത്രമാത്രം സമ്മർദ്ദം ഉപയോഗിക്കുന്നത്? എന്തുമാത്രം സമ്മർദ്ദമാണ് നമ്മൾ നമ്മുടെ മേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും തരത്തിലുണ്ടാകുന്ന നിസാരമായ ചലനങ്ങൾ പോലും ഇതാ സ്വന്തം ജീവിതത്തെ ഉപദ്രവിക്കുവാൻ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം നൈസർഗികമായി കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ജീവിതത്തിന്റെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മളോ ഇതുപോലെ സ്വന്തം ജീവിതത്തെ ഉപദ്രവിക്കുന്ന വേറെ ഏതെങ്കിലും ജീവജാലങ്ങളുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് നീ നിന്നെ ഉപദ്രവിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നത് കടാരം കൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല. ഒരു മനുഷ്യൻ തന്നെ ഉപദ്രവിക്കുന്ന ഏറ്റവും മാരകമായ ആയുധം നിന്റെ തലയിലൂടെ പാഞ്ഞു പോകുന്ന ചിന്തയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 2 Corinthians 10:5 ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ചിന്ത കൊണ്ട്, വചനം കൊണ്ട് നീ മറ്റെല്ലാത്തിനെയും നീക്കിക്കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഒരിക്കൽ ഒരാൾ ഒരു കടയിൽ ചെന്ന് 500 രൂപയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് കടക്കാരൻ കാശ് ചോദിച്ചപ്പോൾ ഇയാൾ 500 രൂപയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അങ്ങ് കൊടുത്തു. കടക്കാരൻ പറഞ്ഞു, ഇതെന്താ, ഇത് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ കാര്യം? എടോ, ഇത് ഒറിജിനലല്ല എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പറയാം, താൻ സൂക്ഷിച്ച് നോക്കിക്കേ, ഒറിജിനലുള്ളത് മുഴുവനും അതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇതിന് ഒരു വിലയുമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ത്യ ഗവൺമെൻറ് നമുക്കറിയാം, 1 രൂപ അടിച്ചാൽ അതിന് തുല്യമായ സ്വർണം റിസർവ് ബാങ്കിൽ വയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിനെല്ലാം വിലയുള്ളത്. ഗവൺമെൻറ് അതിന് തുല്യമായ സ്വർണം റിസർവ് ബാങ്കിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെയും എനിക്കും നിങ്ങൾക്കുമെല്ലാം വിലയുള്ള കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് പകരമായി അവിടെ നിന്ന് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദീപബലിയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് കൈമോശം വന്ന നീ വിലയുള്ളവരാണ് എന്ന ഈ വലിയ ബോധം ഒരു അഭിഷേകമായി നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടതാണ്. ഹല്ലേലൂയ. സ്വന്തം ജീവിതത്തിന് നേരെയുള്ള ഈ ആക്രമണത്തെ നീ ദൂരെ കളയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിനെതിരായി ഞാൻ ചിന്തിക്കുകയില്ല. എൻ്റെ ജീവിതത്തെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ഞാൻ ചിന്തിക്കുകയില്ല. എൻ്റെ ജീവിതത്തെ തളർത്തുന്ന വിധത്തിൽ ഞാൻ ചിന്തിക്കുകയില്ല. എത്ര രൂപ എനിക്ക് നഷ്ടം വന്നാൽ പോലും, എന്തെല്ലാം എനിക്കിവിടെ നഷ്ടം വന്നാൽ പോലും എന്നോളം വിലയുള്ളതായി വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് നിമിഷം കൈപിടി പിടിച്ചോണ്ട് ഓർക്കാം. നീ നിന്നേക്കാൾ കൂടുതൽ വിലയുള്ളതായി ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നിൻ്റെ ഉള്ളിൽ നീ സൂക്ഷിച്ചാൽ സാത്താന് വളരെ എളുപ്പമാണ് അത് ആക്രമിക്കുവാനും അത് നിൻ്റെ കയ്യിൽ നിന്ന് മാറ്റിക്കളയാനും. അങ്ങനെ സംഭവിക്കുമ്പോൾ നീ അതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങും. നീ ഏതൊന്നിൻ്റെ ഈ ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ നീ അടിമയായി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ അത് ഉപയോഗിച്ച് നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. സ്ഥാനമാനങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതുപയോഗിച്ച് സ്വന്തം ജീവിതത്തെ ആക്രമിക്കും. മറ്റുള്ളവരുടെ കൈയടിക്കും, വില കുറഞ്ഞ പ്രശംസയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ ആരെങ്കിലും നിന്നെ കളിയാക്കുകയോ നിനക്ക് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അതുപയോഗിച്ച് നീ നിന്നെ ഉപദ്രവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗന്ദര്യത്തിന് വില കൊടുക്കുന്ന വ്യക്തികൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയ കുറവ് ഉപയോഗിച്ച് നിരന്തരം നീ നിനക്കെതിരെ ചിന്തിച്ച് നീ നിന്നെ തന്നെ മുറിവേൽപ്പിച്ച് നിന്റെ സമാധാനം നീ നശിപ്പിക്കും. വ്യർത്ഥമായ കുടുംബ മഹിമയ്ക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന നീയെ അവിടേക്ക് എന്തെങ്കിലും ഒരു ചെറിയ കോട്ടം വന്നു കഴിഞ്ഞാൽ
നീ ആക്രമിക്കുന്നത് സ്വന്തം ജീവിതത്തെയാണ്. നമ്മുടെ ഈ പ്രവർത്തന ശൈലിയെ നാം തിരിച്ചറിയുക. നമുക്ക് ഞാൻ വിലയുള്ളവനാണ് എന്ന വലിയ ബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം.